ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്നത്. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന അനേക ശക്തികളുണ്ട്. സാത്താൻ അതിലൊന്നാണ്, നമ്മുടെ ജഡം അതിലൊന്നാണ്, അല്ലെങ്കിൽ പാപം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ക്രിസ്തീയ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന പാപത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ സ്വാധീനത്തെ നമുക്ക് എങ്ങനെയാണ് അതിനെ നാം കാണേണ്ടത്, എങ്ങനെ അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയും എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് ശമൂവേൽ എഴുതിയ 2-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 27 വാക്യങ്ങളുള്ള അധ്യായം മുഴുവനും വാസ്തവത്തിൽ വായിക്കേണ്ടതാണ്. ഞാൻ മുഴുവനും അങ്ങനെ വായിക്കാതെ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ ഈ വേദഭാഗത്ത് ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ഒരു അധ്യായമാണ് നമുക്കുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മറ്റനേക മനുഷ്യൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവരായിരുന്നു. ഞാൻ വിചാരിക്കുന്നു തന്നേക്കാൾ ഒരുപക്ഷെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയാൻ കഴിയുന്ന വേറെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും തന്നെക്കുറിച്ച് അത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ പ്രസ്താവനയെ അവഗണിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് 2-ാം ശമൂവേൽ 11-ാം അധ്യായത്തിൽ. അത് ബേത്ശേബയുമായുള്ള പാപവും അതിനെ തുടർന്ന് ഊരിയാവിനെ കൊല്ലുന്നതും ഒക്കെ സംഭവങ്ങളാണ്. എങ്ങനെ ഭക്തനായ ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ഈ 2 പാപങ്ങളും, വ്യഭിചാരവും കൊലപാതകവും എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? എന്നെ പലപ്പോഴും ഫസിൽ ചെയ്തിട്ടുള്ള, ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ഒരു വായിൽ പറയുകയും അതേസമയം തന്നെ ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും നീചമായ 2 പാപങ്ങൾ: കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നിങ്ങനെയുള്ള 2 പാപങ്ങൾ 10 കൽപ്പനകളിലെ മനഃപൂർവ്വം ലംഘിച്ചു. അബദ്ധവശാലോ സാഹചര്യം കൊണ്ടോ ഒന്നുമല്ല ദാവീദ് പാപം ചെയ്ത് നമുക്കറിയാം. ദാവീദ് കണക്ക് കൂട്ടി, വെൽ കാൽക്കുലേറ്റഡ്, കണക്ക് കൂട്ടി ചിന്തിച്ച് ആലോചിച്ച് നല്ല ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത 2 പാപങ്ങളാണ് ദാവീദ് ചെയ്തത്. അപ്പൊ പാപത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ പാപത്തിനുള്ള സ്വാധീനവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഇതിനേക്കാൾ ഒരു പക്ഷേ നല്ലൊരു വേദഭാഗമില്ല. മറ്റനേക ഭാഗങ്ങളിൽ ജഡത്തിന്റെ ബലഹീനത കൊണ്ട് നമുക്ക് അനേക പാപം ചെയ്യുന്നുണ്ട്. ബൈബിളും അങ്ങനെ പറയുന്നുണ്ട്, ജഡത്തിന്റെ ബലഹീനത കൊണ്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട്. എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദമോ ജഡത്തിന്റെ ബലഹീനത എന്നൊന്നും പറയാൻ കഴിയാതെ വണ്ണം പാപം ചെയ്യാനായിട്ട് കരുതി കൂട്ടി ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ പാപം അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുന്നത്. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യദേശം ശൂന്യമാക്കി രബ്ബാ പട്ടണം നിരോധിച്ചു. എന്നിട്ട് ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദാവീദോ. അപ്പൊ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സീസണുണ്ട്. എല്ലാ സീസണിലും യുദ്ധം ചെയ്യാനൊക്കെ ഇല്ല. വലിയ മഴക്കാലത്ത് യുദ്ധം ചെയ്യാനൊക്കെ ഇല്ല. വലിയ തണുപ്പ് കാലത്ത് യുദ്ധം ചെയ്യാനൊക്കെ ഇല്ല. അതിനനുകൂലമായിരിക്കുന്ന മാസങ്ങളുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ. നദികളൊന്നും വെള്ളം പൊങ്ങി അങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്ന സമയമല്ല. അതുപോലെ ഭയങ്കരമായ മഞ്ഞ് വീഴ്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയമല്ല. അങ്ങനെയുള്ളതായാലും സീസൺസ് ഉണ്ട്. അപ്പോൾ അത് ഈ യുദ്ധത്തിന് വേണ്ടി രാജാക്കന്മാരെല്ലാം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അന്യരാജ്യങ്ങളെ ആക്രമിക്കാനും അവിടെ ദേശം വിപുലമാക്കാനും പകരം വീട്ടാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന കാലമാണ്. അങ്ങനെ ഒരു കാലമാണ്. ആ കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തൻ്റെ ആളുകളെ എല്ലാം അയച്ചു. എല്ലാ ഇസ്രായേലിനെയും, എല്ലാ വീരന്മാരെയും ശൂരന്മാരെയും എല്ലാവരെയും പറഞ്ഞയച്ചു. എന്നിട്ട് പറയാ ദാവീദോ എന്ത് ചെയ്തു? യെരൂശലേമിൽ തന്നെ. അപ്പോൾ അതാ വായിക്കുമ്പോൾ തന്നെ അറിയാം ദാവീദോ ചെയ്യാൻ പാടില്ലാത്ത എന്തോ. ദാവീദോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ദാവീദോ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യുദ്ധത്തിന്റെ വിജയത്തിന് വേണ്ടി. അങ്ങനെയല്ല പറയുന്നത്. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു എന്നാണ്. തന്നെ താമസിച്ചിരുന്നു. ഈ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുന്ന സമയങ്ങളിലാണ് പാപം ചെയ്യാനായിട്ട് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളുള്ളത്. നാം ചെയ്യുവാനായി കടപ്പെട്ട, മറ്റുള്ളവർ നാം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്ന, ദൈവം നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്ന സമയം.
ഞായറാഴ്ച സഭായോഗത്തിന് പോകണമെന്ന് വചനം ആജ്ഞാപിക്കുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നു, സഹോദരന്മാരെല്ലാം പ്രതീക്ഷിക്കുന്നു. അന്ന് പ്രത്യേക കാരണമൊന്നും ഇല്ലാതെ ഇന്ന് പോകുന്നില്ല എന്ന് ഒരാൾ വെച്ച് സഭയിലിരിക്കുകയാണെങ്കിൽ ഇന്ന് പാപത്തിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും പാപത്തിൽ വീഴും. അത് ദാവീദ് വീണ പോലെ പാപത്തിലൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും പാപത്തിൽ നിന്ന് വീഴാനുള്ളത്. പോകാതിരിക്കുന്നത് തന്നെ ഒരു പാപമാണ്. സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത് എന്നുള്ള കൽപ്പനയെ ലംഘിച്ചുകൊണ്ടാണ്. അപ്പൊ അത് തന്നെ ഒരു പാപമാണ്. വേറെ എന്തെങ്കിലും പാപത്തിലൊന്നും വീഴും. വേണ്ടാത്ത എന്തെങ്കിലും ചിന്തിക്കുകയോ, വേണ്ടാത്ത ഇന്നത്തെ കാലത്ത് മൊബൈലിൽ ഫോണിൽ വേണ്ടാത്ത എന്തെങ്കിലും കാണുകയോ, വേണ്ടാത്ത ആരെയും വിളിക്കുകയോ, എന്തെങ്കിലും അന്ന് ചെയ്യാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചു. അത് വളരെ തൻ്റെ ജീവിതത്തില് താൻ രാജാവാണ്, താൻ സേനാധിപതിയാണ്. യോവാബുണ്ട് തൻ്റെ കമാൻഡറായിട്ടും സേനാധിപതിയായിട്ടെങ്കിലും രാജാവാണ്. യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ദാവീദാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ചുരുക്കം യുദ്ധങ്ങളിലൊക്കെ യോവാബിനെ അയക്കുമായിരുന്നു. ഇവിടെ ദാവീദ് പോയില്ല, അതിന് പകരം തൻ്റെ ആളുകളെ. എന്നിട്ട് അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ഇസ്രായേലിനെയും അയച്ചു എന്നാണ്. എല്ലാ ഇസ്രായേലിനെയും അയച്ചു. 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരെ ഒക്കെ അയച്ചു യുദ്ധത്തിന്. ഒരുപക്ഷെ ലേവ്യ ഗോത്രക്കാരെ അധികം അയച്ചു കാണില്ലായിരിക്കും, പുരോഹിതന്മാരും മറ്റുമൊക്കെ ആയിട്ട് കുറച്ച് നിന്നു. എങ്കിലും എല്ലാ ഇസ്രായേലിനെയും യുദ്ധത്തിന് അയച്ചു. പക്ഷെ ദാവീദോ എല്ലാ ഇസ്രായേലും യുദ്ധത്തിന് പോയപ്പോൾ ദാവീദ് എന്ന മനുഷ്യനോ രാജാവ്, നേതാവ്, കമാൻഡർ എല്ലാമായിരുന്നു. താൻ എന്ത് ചെയ്തില്ല? താൻ പോയില്ല. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നാം ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളതും നാം ചെയ്യുവാൻ കടപ്പെട്ടതും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിമുക്തരായി നാം അലസത കാണിക്കുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അത് അതിൽ തന്നെ ഒരു പാപമാണ്. പക്ഷേ അത് വേറെ അനേക പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദാവീദത്തിന് പോയിരുന്നെങ്കിൽ ഈ പാപം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ പാപം ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല ദാവീദത്തിന് പോയിരുന്നത്. അങ്ങനെ ഒരു കാര്യം വരണമെന്ന് ആഗ്രഹിക്കുകയോ വരണമെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ല ഇരുന്നത്. പക്ഷേ കൃത്യവിലോപം എന്ന് പറയുന്നത് അതിൽ തന്നെ ആപൽകരമാണ്. കൃത്യവിലോപം അതിൽ തന്നെ ആപൽകരമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത കുട്ടികൾ പിന്നെ കോപ്പി അടിക്കാനിടയാവും. പലരും അങ്ങനെയാണ്. കോപ്പി അടിക്കാനിടയാവും. എല്ലാവരും കോപ്പി അടിക്കുന്നോ? ഇല്ല, എല്ലാവരും കോപ്പി അടിക്കുന്നില്ല. അത് ഓരോരുത്തരുടെ ധാർമ്മിക നിലവാരമൊക്കെ അനുസരിച്ചാണ്. പക്ഷെ കോപ്പി അടിക്കയില്ല എന്ന് നിശ്ചയിച്ചിട്ടുള്ളതായിരിക്കുന്ന കുട്ടികൾ മിക്കവാറും പഠിക്കുന്നവരുമായിരിക്കും. മിക്കവാറും പഠിക്കുകയില്ല, പഠിക്കാതെ രാഷ്ട്രീയത്തിലും അതിലൊക്കെ ഇങ്ങനെ കയറി നടന്ന് കളിക്കുന്ന ആളുകൾ പരീക്ഷ വരുമ്പോൾ എന്തെങ്കിലും കുറുക്ക് വഴികളിൽ കൂടി ജയിക്കാനായിട്ട് അവർ ശ്രമിക്കും. അത് കാരണം അവരുടെ കൃത്യവിലോപനത്തിന്റെ ഫലമാണിത്. ഒന്നൊന്നിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ദാവീദിന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചു എന്നുള്ള സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളും ഈ കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതെ, ഞാൻ പലപ്പോഴും വിചാരിക്കുകയാണ്, നമ്മുടെ അപ്പോസ്തലനായ തോമസിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാ അപ്പോസ്തലന്മാരും ഒരുമിച്ച് കൂടിയപ്പോൾ എന്താ തോമസ് ചെയ്തെന്നറിയില്ല. തോമസ് അന്ന് വന്നില്ലെന്നറിയാം. അങ്ങനെയാണ്. തോമസോ അന്ന് വന്നിരുന്നില്ല. അങ്ങനെയാണ്. തോമസ് അതുകൊണ്ട് പറയാഞ്ഞോട് എന്ത് സംഭവിച്ചു? കർത്താവിനെ കണ്ടില്ല. ശിഷ്യന്മാരുടെ മേൽ കർത്താവ് ഊതിയപ്പോൾ തോമസിന്റെ മേൽ ആ ഊത് കിട്ടിയില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയില്ല. കർത്താവിനെ കണ്ടു, അവരെല്ലാവരും വളരെ സന്തോഷിച്ചു. പിന്നെ തോമസിനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടെന്ന് പറയുമ്പോൾ തോമസ് എന്തോ പറഞ്ഞത്? ആ തട്ടിപ്പും വെട്ടിപ്പൊന്നും എൻ്റെ അടുക്കല് നടക്കുകയില്ല. ഞാനത് വിശ്വസിക്കണമെങ്കിൽ ഈ പാർട്ടി ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണം. എൻ്റെ 3 കൊല്ലം പോയതാ. ഇനി എൻ്റെ സമയം നഷ്ടപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ കൈ ശരിക്ക് കണ്ടിട്ട് എൻ്റെ വിരൽ അതിനകത്തേക്ക് ഇടണമെന്ന് പറഞ്ഞാൽ വലിയ കരിമ്പാടികളാണല്ലോ അടിച്ചു കയറ്റുന്നത്. അപ്പോൾ ആ പാടം ഇവിടെ ഉണ്ട്. ചെറിയ മുറിവെല്ലാം മുള്ളു കൊണ്ടതാണെങ്കിൽ എൻ്റെ കയ്യെത്തേണ്ട ചെറിയൊരു പാടമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നന്നായിട്ട് എനിക്ക് കിട്ടണം. അതുപോലെ വിലാവിലേക്ക് എൻ്റെ കൈ കയറ്റണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തോ ഒരു ഭയങ്കരമായിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മറ്റേ 11 അപ്പോസ്തലന്മാർ 10 അപ്പോസ്തലന്മാർക്കും ഈ സമയത്ത് മത്തിയാസിനെ തിരഞ്ഞെടുത്തിട്ടില്ല? മറ്റേ 10 അപ്പോസ്തലന്മാർക്കും കർത്താവിനെ കാണുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ തോമാസിന് കഴിയാഞ്ഞത്? കൃത്യവിലോപമെന്ന് ഞാൻ പറയും. മറ്റുള്ളവർ വിശ്വാസത്തിൽ കൂടുതൽ വലിയവരായിരുന്നുകൊണ്ട്, ശക്തരായിരുന്നതുകൊണ്ടല്ല, താൻ അവിടെ സന്നിഹിതനായിരിക്കേണ്ടതായിരുന്നു. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി കർത്താവ് ഉയർത്തിട്ട് ആഴ്ചയുടെ 1-ാം നാൾ വൈകിട്ട് അന്നാ സഭായോഗം ആരംഭിച്ചത്. ആദ്യത്തെ സഭായോഗത്തിൽ നിന്നാണ് ഈ മനുഷ്യന്മാർ നിന്നത്. പിന്നെ അവർ ഒരുമിച്ച് കൂടി വീണ്ടും 8 ദിവസം കഴിയുമ്പോൾ, ഞായർ 8, വീണ്ടും 8 ദിവസം കഴിയുമ്പോൾ വീണ്ടും സഭായോഗം. അന്ന് വീണ്ടും കർത്താവ് വന്നു. അന്ന് തോമസും വന്നിരുന്നു. ആദ്യത്തെ
സഭായോഗം മുടങ്ങിയെങ്കിലും വന്ന ആളുകൾ പറഞ്ഞു, പല കാര്യങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം കർത്താവ് വന്നെങ്കിലും എന്നൊക്കെ വിചാരിച്ച് തോമസും പോയി. അന്ന് കർത്താവ് വരികയും ചെയ്തു. അതുകൊണ്ട് തോമസിനോട് പറഞ്ഞു, തോമസ് ഒരു കാര്യം പറയാം, നീ എൻ്റെ ആണിപ്പഴുത് കാണുകയും പിലാവിലെ മുറിവ് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നീ വിശ്വസിച്ചത്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നവർക്കുള്ള ഭാഗ്യം തോമസ് നഷ്ടപ്പെട്ടത് ചെറിയ നഷ്ടമല്ല, വലിയൊരു നഷ്ടം തന്നെയാണ്. വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തോമസിനൊരു പേര് കിട്ടി. എന്താ പേര്? ഡൗട്ടിംഗ് തോമസ്. ഡൗട്ടിംഗ് തോമസ്. തോമസിന് പേര് കൊടുത്തു. എല്ലാവരും കൊടുത്തു. അപ്പോസ്തലന്മാർ കൊടുത്തു, കർത്താവ് കൊടുത്തു, എല്ലാവരും കൊടുത്തു. ചരിത്രത്തിൽ തന്നെ അറിയുന്നത് അങ്ങനെയാണ്. സംശയിക്കുന്ന തോമസ് എന്നാണ്. സംശയിക്കുന്ന തോമസ്. അപ്പൊ തോമസിന്റെ ജീവിതത്തിലെ പരാജയം എന്ന് പറഞ്ഞാൽ സഭായോഗത്തിന് പോയില്ലെന്നുള്ളതാണ്. ആദ്യത്തെ സഭായോഗത്തിന് പോയില്ല. മറ്റെല്ലാവരും സഭായോഗത്തിന് പോയപ്പോൾ അദ്ദേഹം പോയില്ല. എന്ത് ചെയ്യാൻ പോയി എനിക്കറിയില്ല. എന്താ ചെയ്യാൻ പോയത്? കിടന്നുറങ്ങി കാണുമായിരിക്കും. അവിടെ സഭായോഗ സന്ധ്യയ്ക്കല്ലേ കൂടുന്നു. അപ്പോൾ നേരത്തെ ഞാൻ കിടന്നുറങ്ങി കാണും. 6 മണിക്കാണ് ദിവസം യഹൂദന് തുടങ്ങുന്നത്. അപ്പോൾ ആഴ്ചപ്പെടുത്തിന് 1-ാം ദിവസമായ അന്ന് സന്ധ്യയായപ്പോൾ, അപ്പോൾ ഒരു 6 മണി 7 മണിക്ക് ആയപ്പോഴായിരിക്കും അവർ കൂടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തോമസ് നന്നായിട്ടൊന്ന് ഉറങ്ങി. ഒരുപക്ഷെ തോമസ് പറഞ്ഞാണ്, ഇത്ര സുഖമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ? കർത്താവിനെ മാറ്റിവെച്ചു, ശിശുത്വം മാറ്റിവെച്ചു, ഉയർത്തെഴുന്നേൽപ്പും മാറ്റിവെച്ചു, എല്ലാ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം മാറ്റിവെച്ചു. ഞാൻ എല്ലാ ഭാരവുമായിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. കൃത്യവിലോപം പരാജയങ്ങളിലേക്കും പാപങ്ങളിലേക്കും നയിക്കുന്നതാണ്. കാര്യം നാം ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2-ാമത്തെ വാക്യം പറയുന്നത്, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത്, അപ്പോൾ കുറച്ച് ദിവസമായി യുദ്ധത്തിനൊക്കെ പോയിട്ടേ, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ്. സന്ധ്യയാകാറായ സമയത്ത് മെത്തയിൽ നിന്ന് എഴുന്നേറ്റെങ്കിൽ ഈ പാർട്ടി എപ്പോഴായിരിക്കും ഉറങ്ങാൻ കിടന്നത്? ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടേ. നമ്മളൊക്കെ ഒന്നും മയങ്ങുമല്ല. അതിനെന്താ തെറ്റ്? ഉണ്ട്. അനാത്മികത വല്ലതും ഉണ്ട്? ഒരു ചെറിയതയില്ല, ഒരു അനാത്മികതയില്ല. ഊണ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും മയങ്ങുന്നേ. പക്ഷെ ഇദ്ദേഹം അങ്ങനെയുള്ള മയക്കമായിരുന്നില്ല. ഇദ്ദേഹം 1 മണിക്ക് ഊണ് കഴിഞ്ഞിട്ട്, അല്ലെ 12:30 ഊണ് കഴിഞ്ഞിട്ട് കയറി കിടന്നിട്ട് സന്ധ്യയായ നേരത്ത്, ഞാൻ സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത്, ഇച്ചിരി വെളിച്ചമൊക്കെ ഉണ്ട്, ആ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ്. ഈ ഉറങ്ങുന്ന പാവം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അസാധാരണമായി മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ, അല്ലേ, ഉറങ്ങേണ്ട സമയം അല്ല അതെന്നുള്ളത് അറിയാം. ഈ മനുഷ്യനെ പറ്റി പറയുമ്പോൾ എന്താണെന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, 119-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദിവസം ഞാൻ 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുമെന്ന്. 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയം, ഭക്തന്മാരായ യഹൂദന്മാരുടെ പ്രാർത്ഥന സമയം രാവിലെ 6 മണിക്ക്, പിന്നെ 9-ന്, പിന്നെ 12-ന്, പിന്നെ 3 മണിക്ക്, പിന്നെ 6 മണിക്ക്, പിന്നെ 9 മണിക്ക്, അത് കഴിഞ്ഞ് അർദ്ധരാത്രിക്ക് ലാസ്റ്റ് ഉണ്ട് 12. അത് കഴിഞ്ഞിട്ടുള്ള 6 മണിക്കൂറാണ് ഉറങ്ങുന്നത് ഭക്തന്മാർ. അപ്പോൾ ഈ മനുഷ്യൻ എത്ര പ്രാർത്ഥനകൾ മുടക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്? എത്ര സ്തോത്രങ്ങൾ മുടക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്? അതാണ് ഭക്തന്മാര്. ചില ഡിസിപ്ലിൻ, ചില അച്ചടക്കങ്ങൾ അവർക്കുണ്ട്. ഈ അച്ചടക്കങ്ങൾ ലംഘിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ അത് ആപൽകരമാണെന്ന് മനസ്സിലാക്കിക്കോ. എല്ലാ ദിവസവും രാവിലെ കൊയറ്റം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാള് ഒരു ദിവസമായിട്ട് ഞാൻ കൊയറ്റം എടുക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ദിവസം എന്തെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി ചാടാതിരിക്കുക. എന്നാലും കുറ്റമുള്ള ഒരു മനസാക്ഷിയോട് കൂടി ആയിരിക്കും ആ ദിവസം, ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ, ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ, ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ, എത്ര പ്രാവശ്യം ദൈവത്തിന് ആത്മാവ് നമ്മോട് സംവാദിക്കും. അത് സംഭവിക്കും. ദാവീദിനും അതാണ് സംഭവിച്ചത്. തൻ്റെ പ്രാർത്ഥനയും എല്ലാം മുടങ്ങി, തൻ്റെ ജീവിതത്തിന്റെ അച്ചടക്കം തെറ്റിച്ചെന്നാണ് ഞാനതേ പറയുന്നത്. ഹി വയലേറ്റഡ് ഹിസ് ഡിസിപ്ലിൻ. താൻ പാലിച്ചു പോകുന്ന, വർഷങ്ങളായിട്ട് പാലിച്ചു പോകുന്ന, ക്രിയേറ്റ് ചെയ്തു പോകുന്നതായിരിക്കുന്ന അച്ചടക്കം താൻ ലംഘിച്ചു. അപ്പൊ നോക്കണം, തൻ്റെ സൈന്യവും തൻ്റെ ഭടന്മാരും സേനാധിപതിയായിരിക്കുന്ന യോവാബും അവരെല്ലാം എന്ത് ചെയ്യുകയാണ്? ഈ സമയത്ത് അവരോട് ഒരിഞ്ഞ യുദ്ധം ചെയ്യുകയാണ്. ചില വിജയങ്ങളൊക്കെ നേടിയതായിട്ട് പറയുന്നുണ്ട്. ഒരിഞ്ഞ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യന് തൻ്റെ ഭൗതികമായിരിക്കുന്ന സുഖം, ആ ഉറക്കം എൻജോയ് ചെയ്യുക. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയ ആ ഉറക്കത്തിന് പ്രത്യേക സുഖമുണ്ട്. മോഷ്ടിച്ച വെള്ളത്തിൽ എന്തുകൊണ്ടെന്നാ പറയുന്നത്? മധുരമുണ്ടെന്നാ പറയുന്നത്. വെള്ളത്തിന് ഒരു ടേസ്റ്റും ഇല്ല, പക്ഷെ മോഷ്ടിച്ച വെള്ളത്തിനും മധുരമുണ്ടെന്നാണ് സദൃശവാക്യങ്ങൾ ആണെന്നൊന്നും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മോഷ്ടിച്ച വെള്ളത്തിന് സ്റ്റോളൻ വാട്ടേഴ്സ് ആർ സ്വീറ്റ്. അതെ അതെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ മോഷ്ടിച്ച ഉറക്കം എന്നാണ് ഞാൻ ഈ ഉറക്കത്തെ പറ്റി പറഞ്ഞ സ്റ്റോളൻ സ്ലീപ്പ്.
ദാവീദ് പ്രാർത്ഥിക്കേണ്ട സമയത്തും ദാവീദ് യുദ്ധം ചെയ്യേണ്ട സമയത്തും ദാവീദ് വചനം ധ്യാനിക്കേണ്ട സമയത്തും കിടന്നുറങ്ങി. സന്ധ്യയായപ്പോ എഴുന്നേറ്റു. എല്ലാവരും സന്ധ്യയാകുമ്പോൾ കിടക്കാനായിട്ട് പോകും, അദ്ദേഹം സന്ധ്യയായപ്പം എഴുന്നേറ്റ് വന്നു. അതൊക്കെ ദാവീദിന്റെ ജീവിതത്തിലെ വലിയ പാപമായ പ്രസ്താവനകളൊന്നും അല്ല. അത് പകൽ ഉറങ്ങി എന്ന് പറയുന്ന ഒരു പാപമാണെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ചില ആളുകളെ കുറിച്ച് അങ്ങനെ ഉണ്ടല്ലോ. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ചില അയൽക്കാരൊക്കെ ചോദിക്കും, എന്താന്ന് പറയുന്നത്, പ്രസാദിന്റെ പാട്ടും പ്രാർത്ഥനയും രാവിലെ കേട്ടില്ലല്ലോ. എൻ്റെ അപ്പച്ചനെ പറ്റി പറയുന്നതാണ്. പക്ഷെ എന്നും ഒരു 3 മണിയാകുമ്പോൾ 2 മണിയാകുമ്പോൾ 3 മണിയല്ല 1 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 2 പാട്ട് ഉറക്കെ പാടും. പാടാൻ ജീവിതത്തിൽ കൃപാവരം ലഭിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതെൻ്റെ അപ്പച്ചനാണ്. എന്നാലും എത്രയും ശബ്ദം ഉയർത്തിയേ താൻ പാടത്തുള്ളൂ, നാട്ടുകാർക്കെല്ലാം കേൾക്കത്തൊക്കെ വേണം. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു ദിവസം അപ്പച്ചൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആളുകൾ ചോദിക്കുക, എന്ത് പറ്റിയ നമ്മുടെ സാറ് പ്രാർത്ഥിച്ചില്ലല്ലോ, പാടിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എന്ത് പറ്റി? ദാവീദ് എന്ന് 3 മണിക്കത്തെ പ്രാർത്ഥനയും 6 മണിക്കത്തെ പ്രാർത്ഥനയും ഒക്കെ ദാവീദ് മുടക്കിയല്ലോ. എന്ത് പറ്റി? ദാവീദിന് എന്ത് പറ്റി? നിങ്ങളുടെ ജീവിതത്തെ പറഞ്ഞില്ലേ, എന്നും മീറ്റിങ്ങിന് പോകുന്ന ആളെ ഇന്ന് പോയില്ലല്ലോ, ബൈബിൾ ക്ലാസ്സിൽ എന്നും പോകുന്ന ആളെ ഇന്ന് പോയില്ലല്ലോ. മക്കൾ പോലും ചോദിക്കുകയില്ലേ, ഡാഡി എന്താ, അപ്പൻ എന്താ ഇന്ന് രാവിലെ ഇന്ന് മീറ്റിങ്ങിന് പോവാൻ ഞാൻ? അപ്പൊ പിന്നെ അമ്മ പറയോ, അപ്പൻ ഈയിടെയായിട്ടൊക്കെ അങ്ങനാ, പിന്നെ ചില പിന്മാറ്റത്തിലൊക്കെയാ മോനെ നീ പ്രാർത്ഥിക്കുക എന്ന് പറയല്ലേ. അല്ലേ അപ്പനൊന്ന് സുഖമില്ലാഞ്ഞിട്ടാണ്, എന്തെങ്കിലും കാര്യം പറയാനുള്ള സുഖമില്ലാഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അസമയത്ത് കിടന്ന് ഉറങ്ങി എന്ന് ഞാൻ പറയുന്നു. അസമയത്ത് നാം അസമയത്ത് എന്ത് ചെയ്താലും അത് ശരിയാവില്ല. അസമയത്ത് എന്ത് ചെയ്താലും ശരിയാവില്ല. നാട്ടിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്, കതിരിന്മേൽ വളം വെക്കരുത്. അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഞാനൊക്കെ പറഞ്ഞ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? അസമയത്ത് ചെയ്യുക. കതിരിന്മേൽ ആരും വളമിടുന്ന, നെല്ലിന് വളമിടുന്ന ഒരു പരുവമുണ്ട്. അത് പൂത്തു തുടങ്ങി കായ്ച്ചു തുടങ്ങാനുള്ള പരുവമായ പിന്നെ വളമിടത്തില്ല. കാരണം പറഞ്ഞ് വളമിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. വാഴക്കൊല കൊളിച്ചതിന് ശേഷം കൊണ്ടൊന്ന് വളമിട്ടുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. ആ കൊല വലുതാൻ പോകുന്നില്ല. പിന്നെ വല്ല യൂറിയ ഒക്കെ ഇട്ട് കൊടുത്ത കാ കുറച്ചുകൂടെ ഉണ്ടിക്കുമായിരിക്കും, എന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അസമയത്ത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഈ അസമയത്ത് സമയം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മളെയൊക്കെ സാത്താൻ പാപത്തിലേക്ക് വീഴിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില വഴികൾ കൂടെയാണ്. ചില അസമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുക, സമയത്ത് ചെയ്യാതിരിക്കുക, പതിവ് ലംഘിക്കുക, ചില അച്ചടക്കങ്ങൾ മാനിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തെറ്റിലേക്ക് പോകും. 2-ാമത്തെ വാക്യം അത്രയും കൊണ്ട് നിർത്തുന്നില്ല. എന്നിട്ട് പറയുന്നത്, രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. വല്ല തെറ്റുമുണ്ടോ അതിന്? അതായത് 2-ാം നിലയോ 3-ാം നിലയോ ഉണ്ട്. 2-ാം നിലയിലാണെന്ന് വിചാരിക്കുന്നത്. സാധാരണ യഹൂദന്മാരുടെ കെട്ടിടങ്ങളൊക്കെ താഴെ ലോ ആണ്, ഫ്ലാറ്റ് റൂഫാണ്. അങ്ങനെയാണ്. സൈഡിൽ നിന്നൊരു ഗോവണി കാണും. ഗോവണികൾ കയറി ഫ്ലാറ്റ് റൂഫിൽ കയറിയാണ് അവര് ധാന്യങ്ങൾ ഉണങ്ങുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പണക്കാരെ കൊട്ടാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 2 നിലയും 3 നിലയും ഒക്കെ കാണും. അപ്പോൾ ഇതിന്റെ മട്ടിപ്പാവ് ഉണ്ടല്ലെങ്കിൽ മേളില് ടെറസേ കയറി നിന്ന് താനെങ്ങനെ ഉലാവുകയാണ്. വല്ല കുഴപ്പമുണ്ടോ കാറ്റുമൊക്കെ കൊള്ളുന്നതിന്? അതൊന്നും തെറ്റല്ല. പക്ഷെ തെറ്റല്ലാത്ത പല സാഹചര്യങ്ങളുമാണ് സാത്താൻ നമ്മളെ ട്രിക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കണം. അതിൽ തന്നെ തെറ്റല്ലാത്തതായിരിക്കുന്ന പല സാഹചര്യങ്ങൾ. ഇപ്പൊ ഹൗവായ പഴം ഒന്ന് പ്രത്യേകം കാണിച്ചു കൊടുത്തു. പഴം നോക്കിയതിൽ വല്ല തെറ്റുണ്ടോ? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നീ പഴം നോക്കരുതെന്ന്? ഇല്ല. അതുവരെ എത്രയോ പ്രാവശ്യമോ പഴം കണ്ടു കാണും. പക്ഷെ സാത്താൻ നീ ഈ പഴത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ ഹൗവായ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് പഴം നല്ലതെന്ന് കണ്ടത്. അങ്ങനെയാണ് നമ്മളെ പല കാര്യങ്ങളിലും നമ്മളെ തെറ്റിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ശ്രദ്ധയിലേക്ക് അതിൽ തന്നെ തെറ്റല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവരും. അതിൽ തന്നെ തെറ്റല്ല. പഴത്തെ നോക്കിയതിന് തന്നെ തെറ്റ്. പഴം പറിച്ചതിന് വല്ല തെറ്റുണ്ടോ? പറിക്കരുന്ന് കൽപ്പനയുണ്ടോ? ഇല്ല, ഒരു കൽപ്പനയില്ല. മണത്തിന് വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. 2 പഴം എന്തായിരുന്നു ആപ്പിൾ ആയിരുന്നെങ്കിൽ അമ്മാനം ആടിക്കൊണ്ട് അവ വൈകുന്നേരം വരെ നടന്ന വല്ല പാപമുണ്ടോ? ഒരു പാപവും ഇല്ല. പക്ഷെ നിരുപദ്രവകാരി എന്ന് തോന്നുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെയാണ് സാത്താൻ നമ്മളെ പലപ്പോഴും കൊണ്ടുപോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചില വഴികളുടെ അന്തം അല്ലെങ്കിൽ അതിന്റെ അന്ത്യം വളരെ ദുർഘടമായിരിക്കും. അതിന്റെ ആരംഭം വളരെ നല്ലതാണെന്ന് തോന്നും. സാത്താൻ അങ്ങനെയാണല്ലേ. ഏത് കാര്യവും സാത്താൻ നമ്മളെ ആകർഷിക്കുമ്പോൾ നല്ലൊരു കാര്യത്തിലേക്കേ ഉള്ളൂ. ആരെങ്കിലും വന്ന് നമ്മുടെ കാര്യങ്ങൾ പറയണം, നമുക്കൊരു പങ്ക് വെച്ചാൽ കൂടാന്ന് പറയും, അല്ലേ? നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറയും. ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്തോളാം, നീ കടയിരുന്നാൽ മതി, മാനേജ് ചെയ്താൽ മതി.
പഴം നമുക്ക് ലാഭം പകുതി വീതിക്കാം, പിന്നെ ലാഭത്തിൽ നമുക്ക് കുറേശ്ശെ മുതലേക്ക് നീ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് കൺവിൻസ് ചെയ്യും. നമ്മൾ പറയുമ്പോൾ എനിക്ക് മുടക്കില്ല, എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയാണ്, നല്ല ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അല്ലേ, പകുതി ലാഭം കിട്ടും, കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറേശ്ശെ കൊടുത്താൽ മതി, അപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോവും. പക്ഷെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അന്നേരം അറിയില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അവൻ നമ്മുടെ ബിസിനസ് പൊട്ടിത്തരും, അവൽ മുടക്കിയതായിരിക്കുന്ന കാശെല്ലാം അയാൾ തിരിച്ച് ചോദിക്കുകയും ചെയ്യും. നമ്മൾ ആകെ കൂടെ കിടന്ന് പരിനെല്ലും ആകും. എന്തെങ്കിലുമൊക്കെ ചുരുക്കി പറഞ്ഞാൽ തെറ്റിലേക്ക് എന്ന് ചാടാനുള്ളതായിരിക്കുന്നത് ഇടവരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരുമിച്ച് ചെയ്യാം, നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറയും അല്ലേ. പണ്ട് നമ്പൂരി വീട്ടിലെ വേലക്കാരൻ കൂടെ വാഴ കൃഷി, വാഴ 100 വാഴ വെച്ചു. ജോലിയെല്ലാം കൃഷിക്കാരൻ ചെയ്യും, നമ്പൂരിയുടെ ഭൂമി നമ്പൂരിയുടെയാണ്. അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് നമ്പൂരി പറഞ്ഞടാ, ഭൂമിക്ക് മണ്ണിന് മേലുള്ളത് ഇപ്രാവശ്യം എനിക്ക് ഇരിക്കട്ടെ, നീ മണ്ണിനടിയിലുള്ളൊരുത്തോളം പറഞ്ഞു. പാവത്തിന് കൊല മുഴുവനും നമ്പൂരി കിട്ടി. പിറ്റേ വർഷം ചേര നട്ടപ്പോൾ പറഞ്ഞു, എടാ കഴിഞ്ഞ വർഷം നിനക്ക് മണ്ണിന് മേളിലുള്ളത് തന്നില്ലെന്നുള്ളത് നിനക്ക് വളരെ സങ്കടമുണ്ട്, ഈ വർഷം നീ മണ്ണിന് മേളിലെടുത്തു, മണ്ണടിയിലുള്ളത് ഞാനും എടുത്തോളാം. അപ്പൊ ഈ ബിസിനസ് നമ്പൂരുമായിട്ട് നോക്കിപ്പോയി, നമ്പൂരിന്റെ തലമുണ്ടേ അല്ലല്ലോ ദാസന്റെ തലമുണ്ടേ എന്ന് പറഞ്ഞു. അതിൽ പരമാർത്ഥിയായ ഒരു മനുഷ്യരാണ് എന്ന് പറഞ്ഞ പോലെ ചില വിശ്വാസികളെ കൊണ്ടുവന്ന് സാധാരണ ചിലയിടത്തൊക്കെ ഇങ്ങനെ പൂട്ടും. ചില കാര്യങ്ങളൊക്കെ ജയിച്ച് വളരെ അങ്ങനെ എത്രയോ ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ അബദ്ധങ്ങൾ വീഴാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതിൽ തന്നെ തെറ്റില്ലെന്ന് തോന്നുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ രസകരമായ ഒരു കാര്യം എപ്പോഴും ഓർക്കുന്നു. കേരളത്തിലെ മലബാറിലെ ഇന്ത്യ ഗവൺമെന്റ് ലാൻഡ് മുഴുവൻ സർവേ ചെയ്യുക. അപ്പോൾ ഓൾ ഇന്ത്യ ഗവൺമെന്റിന്റെ സർവേയർ, നാഷണൽ സർവേയർ ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സർവേ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഗവൺമെന്റിൻ്റെതും അല്ല പ്രൈവറ്റുകാരൻ്റെതും അല്ലാതെ ഒരു 50,000 ഏക്കർ ഭൂമി ഇതിൻ്റെ ഏക്കറുണ്ട്. അത് ഇദ്ദേഹം വിചാരിച്ചാൽ ആർക്കും വേണേലും ആരെങ്കിലും പേര് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്നതായിരിക്കുന്ന സഭയിലെ പണക്കാരായിരിക്കുന്ന ആളുകളെ എല്ലാം അദ്ദേഹം ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നമുക്കൊരു നല്ല അവസരം വന്നിട്ടുണ്ട്, 50,000 ഏക്കർ ഭൂമിയുണ്ട്, അത് ഗവൺമെന്റിന്റെ വകയുമല്ല, പിന്നെ ഭണ്ഡാരവക എന്ന് പറയില്ലയോ, ഭണ്ഡാരവകയല്ല, പറഞ്ഞ പഴയ രാജാക്കന്മാരുടെയും അങ്ങനെയുള്ളതും അല്ല, ഇതല്ലാതെ കിടക്കുന്നതാണ്, ഇതിലൊന്നും പെടാതെ കിടക്കുന്ന ഭൂമിയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം 200, 100, 500 ഏക്കർ വീതം ഞാൻ തരാം, ചെറിയൊരു തുക നിങ്ങൾ മുടക്കിയാൽ മതി, ഏക്കറിന് ഒരു 1000 രൂപ വീതം മുടക്കിയാൽ മതി, ഇല്ല 500 രൂപ വീതം മുടക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സർവേയർ അല്ലേ ഇന്ത്യ ഗവൺമെന്റിന്റെ, അത് വിശ്വസിച്ച് അന്നത്തെ ആളുകളെല്ലാം എടുത്തു. അപ്പോൾ അദ്ദേഹം എൻ്റെ വല്യപ്പച്ചൻ്റെ ഒക്കെ വന്നു, കൊച്ചു തോമാച്ചൻ എന്നാണ് വിളിക്കുന്നത്, കൊച്ചു തോമാച്ചൻ ഒരു 500 ഏക്കർ സ്ഥലം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനും അന്ന് ആ സമുദായത്തിലെ ഒരു പ്രബലനായ മനുഷ്യനാണ്. അപ്പൊ പറഞ്ഞു കൊച്ചു തോമാച്ചൻ 500 ഏക്കർ എടുക്കുക. അപ്പൊ മറ്റേയാളോട് ചോദിച്ചു, പേരും പറയുന്നില്ല, അപ്പൊ എന്താ വിലയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞാൽ സാരമില്ല, 500 രൂപ വീതം പറഞ്ഞില്ല, 500 എത്ര എന്നാ. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അത്രയും വില കുറഞ്ഞ വസ്തുക്കൾ ഞാൻ വാങ്ങാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറയും, അത്രയും വില കുറഞ്ഞ വസ്തുക്കൾ ഞാൻ വാങ്ങാൻ, ഇത് തട്ടിപ്പാന്ന് എന്റെ വല്യപ്പന് മനസ്സിലായി. ഇത്രയും നല്ല വസ്തുക്കൾ ഇത്രയും വില കുറച്ച് വല്ലതും കൊടുക്കും? ഇല്ല. ഈ അഡ്വാൻസ് കൊടുത്ത ഒരു മനുഷ്യന് പോലും ഒരു കാൽസിന്റെ സ്ഥലം പോലും കിട്ടിയില്ല. ഇയാൾ വെറുതെ ഒരു തട്ടിപ്പിറക്കിയതാണ്. അങ്ങനെ ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഇയാൾ സർവേയർ ആയതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞ പോലെ വിശ്വസനീയമായ ആളുകൾ ഇങ്ങനെ വിശ്വസനീയമായ പ്രസ്താവനകൾ പറയുകയും നമുക്ക് അനുകൂലമായ വിലയ്ക്ക് തരാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ടെംപ്റ്റേഷൻ എന്താ എനിക്ക് ഒരു 500 ഏക്കർ ഇത് അഡ്വാൻസ് പിടിക്കും, അല്ലെ മുഴുവൻ കാശ് പിടിക്കും, പോയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ചില നിരുപദ്രവകാര്യമായിരിക്കുന്ന അതിൽ തന്നെ തെറ്റല്ലാത്തതായിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ തെറ്റിലേക്ക് നയിക്കും. അദ്ദേഹം ഇവിടെ ഉലാവിക്കൊണ്ടിരുന്നു, അതിനെന്താ ഒരു തെറ്റുമില്ല. പക്ഷെ എന്താ തെറ്റ് സംഭവിച്ചത്? ഒരു കാര്യം പറയുന്നുണ്ട്, അവിടെ എടുത്തു പറയുന്നുണ്ട്. ആ സമയത്ത് സന്ധ്യാകാരായ സമയത്ത് ദാവീദ് മെത്തയിൽ എഴുന്നേറ്റു രാജധാനിയുടെ മാളികയും ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. സ്ത്രീകൾ കുളിക്കുന്ന വല്ല ഭാവമുണ്ടോ? സ്ത്രീകൾ കുളിക്കണ്ടേ? കുളിക്കണം.
ഈ അന്നത്തെ കാലത്തെ ബാത്റൂം ഒറ്റ നില കെട്ടിടമായതുകൊണ്ട് സൈഡെല്ലാം കെട്ടിപ്പോക്കും. അതെ, മേളിലെ കൂര ഉണ്ടായിരിക്കില്ല. കാരണം മേളിൽ നിന്ന് കാണണമെങ്കിൽ 2 നിലയുടെ മുകളിൽ വരെ നിൽക്കുന്നവർക്കേ കാണത്തുള്ളൂ. സാധാരണ വീടുകളിൽ നിന്നാൽ ഭിത്തിയാണ്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കും ഒരു സാഹചര്യം. അല്ല നേടുന്ന് കുളിക്കുക എന്ന് ഞാൻ ഒരിക്കല, അല്ല വെറുതെ അങ്ങനെ ഓപ്പൺ ആയിട്ടല്ല. അപ്പൊ ദാവീദ് അവിടെ നിന്ന് കാണാൻ സ്ത്രീ കുളിക്കുന്നത്. ദാവീദ് സ്ത്രീയെ കണ്ടതിൽ തെറ്റുണ്ടോ? ദൈവം തന്നിരിക്കുന്നതിന് കാണാനല്ലേ? ദൈവം വീടും കൊട്ടാരം തന്നിരിക്കുന്നതിനാ ടെറസിൽ ഉലാവാനല്ലേ? അതിനെന്നാ കുഴപ്പം? കണ്ടതിൽ തെറ്റൊന്നുമില്ല. പിന്നെ എവിടെ തെറ്റ്? ആദ്യത്തെ നോട്ടം തെറ്റല്ല, പിന്നത്തെ നോട്ടം പാപമാണ്. ആദ്യത്തെ നോട്ടം കാണാൻ വേണ്ടി, വല്ല പെണ്ണുങ്ങൾ കുളിക്കുന്നത് കാണാൻ വേണ്ടി അല്ലല്ലോ ആദ്യം നോക്കിയത്. അങ്ങനെ നോക്കി ഒരാൾ കുളിക്കുന്നത് ഉടനെ തന്നെ എന്ത് ചെയ്യണം? മുറിക്കകത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട ദൈവദാസൻ. അതിനകത്ത് അവിടെ തന്നെ നിന്ന് അങ്ങനെ വിളിച്ചു നോക്കി. ഒരുപാട് ആ സ്ത്രീ അതിസുന്ദരി എന്ന് കണ്ടെന്ന, സുന്ദരി എന്ന് കണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഒരു നോട്ടം കൊണ്ട് തന്നെ കുഴപ്പമില്ലെന്ന് കണ്ടു. അങ്ങനെയല്ല, അതിസുന്ദരി എന്ന് കണ്ടപ്പോ അതിന്റെ അർത്ഥം എന്താണ്? കുറെ നേരം നോക്കി. ഇത് അപകടകരമാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരാരാ ഇന്ന്? സ്മാർട്ട് ഫോൺ ഉള്ളത് തെറ്റുണ്ടോ? ഈ കാശ് കൊടുത്ത് ഫോൺ വാങ്ങുന്നതിനാ? നോക്കാനല്ലേ? നോക്കാനാ? ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കും തെറ്റായി ഒന്ന് കാണുന്നത്. അതിന് തെറ്റായത് വല്ലതും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി പരതുന്നതല്ല, പിന്നെ നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിന് വേണ്ടി പരതുമ്പോഴായി തെറ്റ് കാണുന്നത്. അപ്പൊ ആ കാഴ്ച പാപമല്ല, പക്ഷേ ആ കാഴ്ച കണ്ടപ്പോ പിന്നെ ഒന്ന് നോക്കി അത് പാപമാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ, ഇപ്പോഴും അധികമില്ല, പണ്ടൊക്കെയാണ് വലിയ സൈൻ ബോർഡ് കാണും, സുന്ദരികളായ പെണ്ണുങ്ങള് ശാരീരിക സെയിൽസും ഇതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ സെയിൽസാ. അതിങ്ങനെ ബസ്സിൽ നിന്ന് ഒരു നോട്ട് നോക്കി നമ്മൾ നോക്കി കടന്നതല്ല, കണ്ടു പോയി. പിന്നെ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടല്ലോ, അത് പാപമാകട്ടോ. അത് പാപം. ദാറ്റ് ഈസ് സിൻ. പാപം എന്ന് പറയുന്നത് ബൈ ചാൻസ് നോക്കിയതല്ല, കാണാൻ വേണ്ടി നോക്കിയതല്ല. യാത്ര ചെയ്തപ്പോ കണ്ടു, ദാറ്റ്സ് നാച്ചുറൽ. പക്ഷേ കണ്ടതിനെ വീണ്ടും ഒന്ന് കാണാനായിട്ട് വീണ്ടും തിരിച്ച് അല്ലേ? ദാവീദ് അതാ ചെയ്തത്. ദാവീദ് ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടത് നാച്ചുറൽ. താഴേക്ക് നോക്കി കുളിക്കുന്ന കണ്ടു, അതിനെന്താ? പക്ഷേ നോക്കി സ്ത്രീ സൗന്ദര്യാന്ന് കണ്ടു, ആ സൗന്ദര്യം താൻ ആസ്വദിച്ചു. ദാറ്റ്സ് വേർ ദ സിൻ ഈസ്. ഒരു പക്ഷേ അതിൽ തന്നെ സുന്ദരിയായത് അവിടെ കുഴപ്പമാണോ? ബത്ശേബയുടെ കുഴപ്പമാണോ സുന്ദരിയായി ജനിച്ചത്? അല്ല, ബത്ശേബയുടെ കുഴപ്പമല്ല സുന്ദരിയായി ജനിച്ചത്. പക്ഷെ നോക്കണം, അവൾ അവിടെ അങ്ങനെ നിന്ന് കുളിച്ച് തെറ്റാന്ന് ചോദിച്ചാൽ തെറ്റാന്ന് ഞാൻ പറയാനൊഴിയില്ല. അവൾ ഇന്ന് എത്രയോ വർഷമായിട്ട് അങ്ങനെ ആയിരിക്കും കുളിക്കുന്നത്. ദാവീദ് അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. പക്ഷെ ദാവീദ് സന്ധ്യയാകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും കുളിക്കുന്നുണ്ടോ നോക്കുന്നത്. ഇന്ന് അങ്ങനെ നോക്കിയതല്ലെങ്കിലും ആ നോട്ടം ശരിയായില്ല. ആദ്യത്തെ നോട്ടം ഞാൻ പറയുന്നത് തെറ്റല്ല, പക്ഷെ രണ്ടാമത്തെ നോട്ടും മൂന്നാമത്തെ നോട്ടും ഒക്കെ വളരെ തെറ്റായിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാ ചില കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല നോക്കിയത്. ചിലപ്പോ പണ്ടൊക്കെ കടകളിൽ ചെന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് മാസികയുടെ അതിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു തരുന്നത്. സഹോദരിമാർക്ക് പ്രത്യേക ഒരു രീതിയുണ്ട്, എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. അത് ഇങ്ങനെ ഒന്ന് തുടച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് വായിക്കും. അതെ, എന്താ അന്നത്തെ പേപ്പറിലൊന്നും വായിക്കരുത്, അതൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആരെങ്കിലും ആത്മഹത്യ എത്തുന്നോ കിട്ടിയാൽ എത്തുന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും അത് വായിക്കുന്നത്. അപ്പൊ അതിനൊരു തെറ്റായ ചിത്രം കണ്ടാൽ ഉടനെ തന്നെ എടുത്തു കളയും. അത് പിന്നെ ഒന്ന് വായിച്ചു അല്ലേ? ദാറ്റ്സ് സിൻ. സിൻ ഈസ് ലിങ്കറിങ്. അങ്ങനെ ലിങ്കർ ചെയ്യുന്നതാണ് ഈ പാപം എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സിൽ അതങ്ങനെ ലിങ്കർ ചെയ്യും, നമ്മുടെ കണ്ണിൽ അതങ്ങനെ ലിങ്കർ ചെയ്യും. നമ്മള് ഈ വെൽഡ് ചെയ്യുന്നതൊക്കെ നോക്കി കണ്ണടച്ചാൽ നമുക്ക് എന്താ കാണുന്ന അറിയാമോ? ആ വെൽഡിങ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കും കുറച്ച് നേരം. എന്ന് പറഞ്ഞ പോലെ തെറ്റായിരിക്കും പടങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ കണ്ണടച്ചാൽ പിന്നെ നമ്മുടെ കണ്ണിൽ കൂടെ കുറേ നേരം ആ പടം തന്നെ, ആ സുന്ദരിയായ സ്ത്രീ അല്ലെങ്കിൽ ആ സുന്ദരനായ പുരുഷന്, അല്ലെ സുന്ദരൻ പുരുഷന്മാരെ ഹാൻസം എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ അങ്ങനെ പറയുന്നത്. ഈ ഹാൻസം എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് പോലും ചെയ്യാൻ കഴിയുമെന്ന്. അതാണ് ഈ ഹാൻസം. അവൻ കൈമിടുക്കുള്ളവനാണ്. അതിനെ സാധാരണ ആളുകൾ പറയുന്നത് സൗന്ദര്യം മനസ്സിലാക്കിയിരിക്കുന്നത്. കുഴപ്പമില്ല. ഹാൻസം ഫെലോ, ഇറ്റ്സ് എ ഹാൻസം ഫെലോ. സ്ത്രീകളെ ഹാൻസം എന്ന് പറയില്ല, സ്ത്രീകളെ ബ്യൂട്ടിഫുൾ എന്ന് പറയത്തുള്ളൂ. കോംലി ബ്യൂട്ടിഫുൾ, ഈസ് ഹാൻസം. ശരി, എന്തുവാകട്ടെ. അപ്പൊ ഇതൊക്കെ അങ്ങനെ ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് പാപത്തിന് കാരണമായി തരും. അപ്പോ ദാവീദ് പാപത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കണ്ടില്ലേ? ഉത്തരവാദിത്വത്തിലുള്ള
പരാജയം, തൻ്റെ അച്ചടക്കത്തിലുള്ള പരാജയം, പതിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതില്, കണ്ടത് തെറ്റായ കാര്യമാകുമ്പോൾ ഉടനെ തന്നെ അകത്തെ മുറിയിൽ കയറി ദൈവത്തോട് കൺഫ്യൂസ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ ചിന്തയുടെ മനസ്സിൽ പോകാൻ അതിന് പകരം അത് തന്നെ നോക്കി വീണ്ടും നോക്കി കണ്ട് പാപത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. സ്ത്രീ അതിസുന്ദരി എന്ന് കണ്ടു. ഇപ്പൊ ആദ്യത്തെ കാഴ്ച ആക്സിഡന്റിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ അല്ല. എന്നിട്ട് 2 ശമൂവേൽ 13 വാക്യത്തിൽ എന്താ പറയുന്നത്? ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. കണ്ടില്ലേ പാപത്തിൽ പ്രോഗ്രഷൻ ഓഫ് സിൻ കണ്ടില്ലേ? എന്ത് ചെയ്തു? അപ്പോ ആ സ്ത്രീയുടെ സൗന്ദര്യം തന്റെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു. There was something unique to attract him. എന്നിട്ട് താൻ പിന്നെ എന്ത് ചെയ്തു? പാപം വളരെ വളരെ സ്ലോ ആയിട്ട് അഗ്രിപ്പ് ചെയ്യുന്നത്. ഒരു പട്ടാളക്കാരനെ വിളിച്ച് പറഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നത് ആരവിടെ താമസിക്കുന്നത് അന്വേഷിച്ച് വരാം. ഒരു വഴി അയാളോട് പറഞ്ഞൊന്നും കാണില്ല, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ടുള്ളൂ, സുന്ദരിയായിരുന്നു, ആ സ്ത്രീ ആരാണ് അങ്ങനൊന്നും പറഞ്ഞു കാണില്ല. ആ വീട്ടിൽ ആരുടെ വീടാണ്? കൊട്ടാരത്തിൻ്റെ താഴെയല്ലേ, കൊട്ടാരത്തിൽ നിന്ന് കാണുന്നത് ആരാ? അവിടെ ആരാ താമസിക്കുന്നത്? അവിടെ അന്വേഷിച്ചിട്ട് വന്നു. ഈ അന്വേഷിച്ചിട്ട് വന്നിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒത്തിരി വ്യത്യാസമുണ്ട്. മലയാളത്തിൽ പറയുന്നത് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നു, ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു, ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായി ബേത്ശേബ എന്നറിഞ്ഞു. ഇംഗ്ലീഷിൽ പറയുന്നത് ഈസ് ദിസ് നോട്ട് ബേത്ശേബ ദി വൈഫ് ഓഫ് ഉറായ ദി ഹിറ്റൈറ്റ്? ഈസ് ഇറ്റ് നോട്ട്? ഇവളല്ലയോ ഊരിയാവിൻ്റെ ഭാര്യ, ഇവളല്ലയോ ഇന്നാരുടെ മകള് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തനിക്കൊരു ആവേശമുണ്ട്. അത് മത്തായിച്ചൻ്റെ ഭാര്യ എന്ന് പറയുന്നതും അവൾ മത്തായിച്ചൻ്റെ ഭാര്യ അല്ലയോ എന്ന് പറയുന്നതുമായിട്ട് ഒരു ശകലം സ്പിരിറ്റിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂലഭാഷയിൽ എങ്ങനെയാണെന്ന് എനിക്ക് സമയം കിട്ടില്ല ചെക്ക് ചെയ്യാൻ, അവിടെ ഞാൻ ചെക്ക് ചെയ്തില്ല. പിന്നെ കിങ് ജെയിംസിലൊക്കെ ട്രാൻസ്ലേഷൻ സാധാരണ വളരെ കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസിലാണ്. പഴയ ട്രാൻസ്ലേഷൻ ആർക്കൈക്കൊക്കെ ആണെന്ന് പറഞ്ഞാൽ തന്നെ അതെ. അപ്പോൾ എന്തെല്ലാം ഡീറ്റെയിൽസ് മനസ്സിലാക്കി. അവളെ സംബന്ധിച്ച് ഏലിയാമിൻ്റെ മകളാണ്, ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയാണ്. ആ സ്ത്രീയുടെ പേര് ബേത്ശേബയാണ്. ഈ ആവശ്യമൊക്കെ മനസ്സിലാക്കി. ഈ സ്ത്രീയുടെ അപ്പൻ, അതായത് ഏലിയാം എന്ന് പറയുന്നത് ദാവീദിന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളാണെന്നാണ് ഞാൻ ചരിത്രത്തിൽ വായിച്ചത്. എനിക്ക് റെഫറൻസിന് കിട്ടിയില്ല. ഞാൻ ബുക്ക് വായിച്ചപ്പോ ദാവീദിന്റെ മകളെ അമ്നോൻ വഷളാക്കുവാൻ തക്കവണ്ണമുള്ള പണി ഒപ്പിച്ചു കൊടുത്തത് ഇതിന് പ്രതികാരമായിട്ടാണ്. പഴയ ഒരു മകളായിട്ട് വരും, അനന്തരവളായിട്ട് വരും ഈ ബേത്ശേബ. അപ്പോൾ അതിന് പ്രതികാരമായിട്ടാണ് അയാൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാനത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഈ റെഫറൻസ് ഒക്കെ വല്ലതുകൊണ്ട് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കമന്റുകളൊക്കെ വായിച്ചു, അതേക്കുറിച്ച് വായിച്ചു. ഞാൻ അങ്ങനെ വായിച്ചതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ. അതെന്തും ആകട്ടെ, ഏതായാലും ആ സ്ത്രീയെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം പെട്ടെന്ന് കണ്ടെത്തി. പാപം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ആളുകൾ പലപ്പോഴും ഹോംവർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാ. ബാങ്ക് മോഷ്ടിക്കുന്നവര് ചുമ്മാ വെറുതെ അങ്ങ് കയറി ചെല്ലുക അല്ല. ആ ബാങ്ക് ചുറ്റും നടന്ന് ജനലുകൾ ഏതൊക്കെയാണ്, അടയ്ക്കാത്ത ജനലുകൾ വല്ലതും ഉണ്ടോ, കോൺക്രീറ്റിന് താഴത്തെ നിലയിൽ ആരൊക്കെയാണ്, ഇത് മേലത്തെ നിലയിലാണെങ്കിൽ എൻ്റെ ഭിത്തി കോൺക്രീറ്റ് എന്ന കനത്തിലാണ്, അത് പൊട്ടിക്കാൻ എന്ത് മാർഗമാണ്, എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണെന്നറിയാം. രാത്രി കട്ടറുമായിട്ടൊക്കെ വന്നിട്ട് താഴത്തെ ഫ്ലോറും ഒക്കെ തുറന്ന് അതിലൂടെ മുകളിൽ കയറി വലിയ വലിയ മോഷണങ്ങളൊക്കെ നടത്തുന്നത് വളരെ 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 ചിന്തിച്ചാലോചിച്ച. കാഷ്വലായിട്ട് മോഷ്ടിക്കുന്ന ആളുകൾ വലിയ കള്ളന്മാരല്ല. ഒരു മുടി കപ്പ പോകുന്നവരോ പോയപ്പോൾ ഏത്തക്കൊല കണ്ടു അത് മോട്ടിച്ചുകൊണ്ട് പോകുന്നവരോ ആണ്. ഒരു ബാങ്ക് മോട്ടിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് കണ്ട് മോട്ടിച്ച് കളയാന്ന് വിചാരിച്ചു നേരെ കയറി ചെന്ന് അങ്ങനെ മോട്ടില്ല. അവർ വളരെ ഹോംവർക്ക് ചെയ്തേ ഉള്ളൂ. വളരെ ഹോംവർക്ക് ചെയ്ത് വളരെ ദിവസങ്ങൾ. തിരുട്ടൂർ ഗ്രാമം എന്ന് പറഞ്ഞാൽ മോഷണാവിന്റെ ഗ്രാമമാണെന്നാ. അവിടുത്തെ ഒരു ദേവതയുണ്ടെന്നാ പറയുന്നത്, മോഷണത്തിന് ദേവതയാണ്. അവർ ആ ദേവതയ്ക്ക് ഉപവസിച്ച് ആ ദേവതയോട് പ്രാർത്ഥിച്ച് ദേവതയ്ക്ക് ഈ മോഷ്ടിച്ച് കിട്ടുന്നതിന്റെ 10 കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കാശുമൊക്കെ കൊടുത്തിട്ടാണ് ഇവന്മാർ വന്ന് മോഷ്ടിക്കുന്നത്. വളരെ ഭക്തിയോടെ എന്ന് പറഞ്ഞ പോലെ പലരും പാപം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? വളരെ വളരെ ചിന്തിച്ച് ആലോചിച്ചാണ്. അതെ, ഞാൻ പല ദിവസം ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്തതെന്ന് ചിലട്ട് പറയും. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, എന്നിട്ടും പഠിച്ചു പോയി. അങ്ങനെ പാപത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ എത്ര ചിന്തിച്ച് ആലോചിച്ച് പാപം ചെയ്താലും ദൈവമക്കളുടെ ജീവിതത്തിലാണെങ്കിൽ അത് ശരിയാക്കില്ല. അതെ, അപ്പോ ഇത്രയും കാര്യം കണ്ടെത്തിയപ്പോ
ദാവീദിന് വാസ്തവത്തിൽ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ള കൽപ്പന ദാവീദിന് അറിയില്ലേ? നിന്റെ അയൽക്കാരുള്ള യാതൊന്നിനെയും ദാസനെയോ ദാസിയോ ഭാര്യയോ മക്കളെയോ സ്വത്തിനെയോ മോഹിക്കരുത്. ഭയങ്കര കൽപ്പന. എന്താ ദാവീദ് അത് ഓർക്കാഞ്ഞത്? ഈ പാപത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ പാപം ചെയ്യാനായിട്ട് മുന്നോട്ട് 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 പോകും തോറും നമ്മുടെ മനസാക്ഷിയുടെ ഹേമം കുറഞ്ഞ് 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 വരും. നമ്മൾ മനസാക്ഷിയുടെ ഹേമം കുറഞ്ഞ് കുറഞ്ഞ് വരും. ഈ കാണുന്നവരോടെല്ലാം പണം കടം വാങ്ങി അവസാനം പണം കടം കൊടുക്കാതെ സഭയിലുള്ള എല്ലാവരും, ആദ്യ സഭയിലുള്ള എല്ലാവരോടും എന്നിട്ട് പറയും, ഞാനിത് വാങ്ങിയതായിട്ട് സഭയിൽ ആരും അറിയരുത്, സഭനും എനിക്ക് മോശമാണ്, ഞാൻ വാങ്ങുന്ന ഒരാളല്ലെന്നൊക്കെ പറഞ്ഞ പോലെ 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം കേട്ടോ. അടുത്ത ആളുടെ അടുക്ക് ചെന്ന് പറയും, ഞാനിത് വാങ്ങിയായിരുന്നു ആരും അറിയരുത് കേട്ടോ എന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സഭയിലുള്ള എല്ലാവരിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട്. ആരും അറിയരുത്, ആരോടും പറയരുതെന്ന് പറഞ്ഞ പോലെ ഇവർ തമ്മിൽ പറയുകയില്ല. അവസാനം എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രശ്നമാകും. മൂപ്പന്മാരൊക്കെ ചെല്ലും, മൂപ്പന്മാരോട് ചിലപ്പോൾ വാങ്ങിക്കാണും. മൂപ്പന്മാരൊക്കെ കേസ് മാറ്റിയല്ലോ കാശ് വാങ്ങിയിട്ട് തന്നില്ലെന്ന്. അപ്പോഴാണ് എല്ലാവരും പറയുന്നത്, എന്താ ഈയിടെ എൻ്റെ അടുക്കൽ എന്നോടും വാങ്ങി. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഭയിലെ മിക്കവാറും സഹോദരന്മാരെല്ലാം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ബ്രദറെ ഈ മനുഷ്യൻ ഞങ്ങളോട് എല്ലാം കാശ് വാങ്ങിയിട്ടുണ്ട്, ബ്രദർ എന്ന് ഇടപെടണമെന്ന്. ഞാൻ പറഞ്ഞു, കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടുത്തത്, ഞാൻ ഇനിയിപ്പോൾ ഇതിൽ ഇടപെടാൻ എങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഇടപെടാതെ സഹോദരനെ വിളിച്ച് ചോദിച്ചു, എൻ്റെ സഹോദര ഇങ്ങനെ കാശ് കാണുന്നവരൊക്കെ ചോദിക്കുന്നതിൽ സഹോദരൻ ഒരു നാണമില്ല. അങ്ങനെ ചോദിച്ചത് ഒരു നാണമില്ല. സഹോദരൻ പറഞ്ഞു, നാണമുള്ളൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ കണ്ട 2 മിനിറ്റ് കൊണ്ട് എന്നിട്ട് ഒരു 500 രൂപ ഒന്ന് മാറ്റി മറിക്കാൻ, അഡ്രസ്സ് എന്താ അയച്ചു തന്നേക്കാം എന്ന് പറഞ്ഞ് കിട്ടുന്ന എല്ലാവരോടും വാങ്ങാൻ എനിക്കിപ്പോ യാതൊരു മടിയില്ലെന്ന് പറഞ്ഞു. കണ്ടില്ലേ? മടിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ലജ്ജയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. ഏത് ഭാവം അങ്ങനെ കുറ്റത്തിന്റെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകും തോറും നമ്മുടെ കൺവിക്ഷൻസ് കുറഞ്ഞു വരും. ആദ്യം അടുത്ത കുട്ടിയുടെ ഉത്തരം നോക്കി എഴുതുക. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ചെറിയ കോപ്പി കടലാസുകളാ അതെ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങനൊന്നും അല്ല. കുറച്ചുകൂടെ കഴിയുമ്പോ ആരെയും പേടിയില്ല. ഞാൻ ഭോപ്പാലായിരുന്നപ്പോ ഓർക്കുന്നുണ്ട്, പോളിടെക്നിക്ക് പഠിപ്പിച്ച കാലത്ത് ഒരു കടാരി ഉണ്ടെന്ന് ഇങ്ങനെ ഒറ്റ കുത്ത ഡെസ്കയിലുണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പുസ്തകം തുറന്നു വെച്ചാൽ ഇവന്മാർ എഴുതുന്നത്. അടുത്തെങ്ങാനും ചെന്നാൽ നെച്ചത്ത് അത് കുത്തി കയറ്റുമെന്ന് നമുക്കറിയാം. നമ്മൾ പറയും ഒരു കുഴപ്പമില്ല, എഴുതിക്കോട്ടെ. ഒരു കാര്യം ഷുവർ, അവൻ അടുത്ത പ്രാവശ്യം അവിടെ തന്നെ വരും. കാരണം ഇവന് ഈ ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ട് ശരിയായ പേജിൽ തന്നെ കോപ്പി ചെയ്യുന്നത്. ഇവന് ശരിയായിട്ട് കഴിയുന്നല്ല, വെള്ളത്തെക്കുറിച്ച് ചോദിച്ചിട്ട് പെട്രോളിനെ കുറിച്ച് എഴുതുന്നത്. പേജ് മുഴുവൻ കോപ്പി അടിച്ചു വെക്കുക. 0 മാർക്ക്. കാരണം ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് പേജിലാന്ന് 1 കിലോ. പിന്നെ അടുത്ത വർഷം അവിടെ തന്നെ വരും, കടാരി അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ ജയിച്ചു പറയും, അടിച്ചോട്ട് അടുത്ത വർഷം അവൻ വരും പരീക്ഷ എഴുതാൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ കടാരി ഒന്നും കുത്തി പുസ്തകം നോക്കി എഴുതുന്നതിനൊന്നും യാതൊരു പേടിയില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ധൈര്യം വരും. ദാവീദിനും ആ ധൈര്യം വന്നത്. കണ്ടു, ധ്യാനിച്ചു, സൗന്ദര്യം ആസ്വദിച്ചു, പട്ടാളക്കാരനെ ആയിരിക്കാൻ വിട്ടു, കാര്യങ്ങൾ അന്വേഷിച്ചു, അവൻ വന്ന കാര്യമെല്ലാം പറഞ്ഞിട്ട് ദാവീദ് പിന്നെ എന്താ ചെയ്തത്? എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ഈ 4-ാമത്തെ വാക്യമാകട്ടോ. അതിശയിപ്പിച്ചു എന്ന് പറഞ്ഞാല്, ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോട് ശയിച്ചു. നോക്കണേ, സെറമോണിയൽ പ്യൂരിറ്റി വേഴ്സസ് മോറൽ പ്യൂരിറ്റി. ദാവീദ് വ്യഭിചാരം ചെയ്യാനുള്ളതായിരിക്കുന്ന ന്യായം എന്താണ്? ഷീ വാസ് സെറമോണിയലി പ്യൂർ. അവൾ ഋതുശുദ്ധി വന്നിരുന്നു, അവളുടെ പീരീഡ്സ് കഴിഞ്ഞു, അയാൾക്ക് ശുദ്ധിയായി. ഊതുമ്പാട് ന്യായ പ്രമാണ പ്രകാരം 3 ദിവസം കൊണ്ട് അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞത് കൊണ്ട് അവൻ അവളോട് വ്യഭിചാരം ചെയ്തു. അപ്പോ ദാവീദിന്റെ ധാർമ്മിക നിലവാരവും ദാവീദിന്റെ ഈ സെറമോണിയൽ പ്യൂരിറ്റി നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. അപ്പം നുറുക്കൽ കഴിഞ്ഞത് കൊണ്ട് ഇനി വഴക്കിലേക്ക് പ്രവേശിക്കാം. ഞാന് പരിചയമുള്ള അംഗമായിരുന്നൊക്കെ പറഞ്ഞ് ലജ്ജിക്കുന്നു. എങ്കിലും ചിലത്തിലുള്ള പ്രത്യേകത എങ്ങനെയാണ്? അപ്പം നുറുക്കൽ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഒരു പ്രസ്താവനയുണ്ട്. അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥനയും മത്തായിച്ചൻ്റെ വീട്ടിലായിരുന്നു. ഒരാൾ ചോദിക്കും, ആരോട് ചോദിച്ചാൽ മത്തായിച്ചൻ്റെ വീട്ടിൽ വെച്ചെന്ന് ചോദിക്കും. കൊണ്ടിരുന്ന ഒരാൾ ചോദിക്കും.
അപ്പൊ വേറെ ആൾ പറയും, നിന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? ചുരുക്കി പറഞ്ഞ പിന്നെ 1/2 മണിക്കൂർ എടാ വാടാ പോടാ, അതിന്റെ തന്തയാ എൻ്റെ തന്തയാ ഭയങ്കര. അത് കഴിയുമ്പോ മൂപ്പാല അവിടെ എന്നാ ഇനി ഒരു പാട്ട് പാടിക്കുന്ന സൗരന്മാരെ, എന്താ ദൈവമേ ദൈവത്തിന്റെ ശുശ്രൂഷയും. അപ്പൊ എന്തായാലും ഗുണമെന്ന് പറഞ്ഞാൽ അപ്പം നുറുക്കൽ കഴിഞ്ഞത് കൊണ്ട് ഇതുവരെയുള്ള പാവങ്ങൾ മുഴുവനും അല്പനേരം ഇങ്ങനെ കണ്ണടച്ചിരിക്കുമല്ലോ. കത്തോലിക്ക സഭയിലെ കുർബാന എടുക്കുന്നതിന് മുമ്പ് ഒരു കുമ്പസാരം ഉണ്ടല്ലോ. കുമ്പസാരത്തിൽ ഒരു കൊട്ട പാവം കൊണ്ട് വന്നിട്ട് അത് മുഴുവനും അച്ഛന് മുന്നേ കുടഞ്ഞിട്ടിട്ട് കൊട്ട കാലിയാക്കി ഇനി അടുത്ത ആഴ്ച പിന്നെയും ആ കൊട്ട നിറച്ചും കൊണ്ട് വരുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു കണ്ണടച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയുമല്ലോ. നമുക്ക് വല്ല ശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റു പറയാമെന്ന് പറയാം. എല്ലാം ശുദ്ധനായി, ഇനി അല്പം പാപം ചെയ്യാം. ദാവീദും അങ്ങനെയാണ്. അവൾക്ക് ഋതുശുദ്ധി വന്നതുകൊണ്ട് അവളോട് വിചാരം ചെയ്തു. എന്തൊരു ഭയങ്കര പ്രസ്താവനയാണ്! ഒരു ദൈവദാസന്റെ മാനസിക അവസ്ഥയ്ക്ക് എന്താ പറ്റിയത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലാതിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? ബാങ്കിലെ കൗണ്ടറിൽ വെച്ച് കാശെടുക്കാൻ പോയത്, നമ്മുടെ കാശൊന്നും ഇല്ല, 50 രൂപ എടുക്കാൻ പോയത്. എന്നപ്പോൾ ഉണ്ട് 500 നോട്ട്, 10-15 നോട്ട് കൗണ്ടറിന്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കൗണ്ടറിൽ ഇരിക്കുന്ന സ്ത്രീ പെട്ടെന്ന് അങ്ങേക്ക് ഡെസ്കിലോട്ട് പോയപ്പം നമ്മളെ സ്തോത്രം കർത്താവേ നീ എത്ര നല്ലവനാണെന്ന് പറഞ്ഞ് എടുത്ത് ബാഗിൽ ഇട്ടു, ഇല്ലേ? എന്താണ് നമ്മൾ പറയുന്നത്? ഇത് കർത്താവിനെ ഇന്ന് വളരെ സഹായിച്ചു. ഞാൻ ബാങ്കിൽ ചെന്നു, കാശിന് വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നോട്ട് കെട്ടുകൾ ഇരിക്കുന്നു. ആ സ്ത്രീ അങ്ങോട്ട് മാറി തന്നു, ഞാൻ എടുത്ത് ഭാഗ്യം ഇടുകയും ചെയ്തു. ദാവീദ് അതാ പറഞ്ഞിരുന്നത്, സ്തോത്രം കർത്താവേ, യഹോവേ സ്തുതി, ശുദ്ധി വന്നിരുന്നല്ലോ, ഞാൻ സെറിമോണിയലി ഇംപ്യൂർ ആയില്ലല്ലോ. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില ആളുകൾക്ക് അങ്ങനെയൊക്കെയാണ്. വിശുദ്ധിയെ പറ്റി ഭയങ്കര ബോധമുള്ള ചില ആളുണ്ട്. പണ്ടൊരു മനുഷ്യൻ അതുപോലെയാണ്, തന്നെ ഭയങ്കര വിശുദ്ധിയെ പറ്റിയുള്ള ബോധമാണ്. അദ്ദേഹം ഇങ്ങനെ ചെരുപ്പിട്ടാണ് നടന്നത്. ചെരുപ്പിട്ട് നടന്നിട്ട് അത് റോഡിൽ കൂടെ വന്നപ്പോ ഏതിലോ ഒരു സാധനത്തിൽ കയറി ചവിട്ടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതേതോ മോശമായ സാധനമാണ്. അന്നേരത്തേക്കും അത് കൈ കൊണ്ട് ഇച്ചിട്ട് മണപ്പിച്ച് നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചെരുപ്പിട്ടത് ഭാഗ്യമായി പോയി, അല്ലേ ഞാൻ അശുദ്ധനായി പോയെന്ന്. ഇതെടുത്ത് മണപ്പിച്ചിട്ട് അശുദ്ധനായില്ല. ചെരുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എല്ലാവരും ഈ പാപത്തിനൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. നീ വ്യഭിചാരം ചെയ്യുകയാണെങ്കിലും ഋതുശുദ്ധിയുള്ള സ്ത്രീയോടുകൂടെ വേണം വ്യഭിചാരം. എങ്ങനെയുണ്ട്? ഈ സെറമോണിയൽ പ്യൂരിറ്റിക്ക് മോറൽ പ്യൂരിറ്റിയുടെ അടുത്തിൽ എന്ത് പ്രാധാന്യമുള്ളത്? എന്ത് പ്രാധാന്യമുള്ളത്? പോർക്കിറച്ചി എന്നുള്ളത് സെറമോണിയൽ പ്യൂരിറ്റിയുടെ ഭാഗമാണ്. ബ്ലഡ് കഴിക്കൽ എന്നുള്ളത് സെറമോണിയൽ പ്യൂരിറ്റിയുടെ ഭാഗമാണ്. എന്നാൽ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുതെന്നൊക്കെ ഉള്ളത് മോറൽ പ്യൂരിറ്റിയുടെ ഭാഗമാണ്. മോറൽ പ്യൂരിറ്റിയേക്കാൾ സെറമോണിയൽ പ്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തോ സാരമായ പ്രശ്നം നമുക്കുണ്ട്. ദാവീദ് അങ്ങനെയാണ്. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവളുമായി ശയിച്ചു. എത്ര സങ്കടകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഞാനത് വായിച്ചപ്പം പല വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ട് ഉപദേശി അയൽക്കാരൻ്റെ കോഴിയെ മുറ്റത്ത് വന്നതിനെ പിടിച്ച് കൊട്ടക്കീഴിൽ ഇട്ടിട്ടാണ് ഭാര്യയും ഭർത്താവും കൂടെ മീറ്റിങ്ങിന് പോകുന്നത്. തിരിച്ചു വന്നിട്ട് അതിനെ കൊന്നു കറി വെക്കാൻ വേണ്ടി. ഏതായാലും അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് മോഷ്ടിക്കരുത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അപ്പം നേരത്തെ ഭാര്യയോട് പറഞ്ഞിരുന്നു, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നീ പോയി കോഴിയെ കറി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഉടനെ തന്നെ വന്ന് കോഴി അങ്ങ് തുറന്നു വിട്ടു. കാരണം മോഷ്ടിക്കരുതെന്നുള്ള പ്രസംഗം കേട്ടിട്ടല്ലേ വന്നത്. അപ്പോ വന്ന് കോഴി തുറന്നു. ഉപദേശി കാര്യമായിട്ടൊക്കെ ഇറച്ചിക്കറിയോ കൂട്ടിച്ചൊക്കെ ചോറിനാന്ന് വിചാരിച്ച് വന്ന് ചോറിനിരുന്നപ്പോ എന്താ ഉള്ളത്? ചമ്മന്തിയുണ്ട്, ചക്കക്കുരു കൂട്ടാനും ഉണ്ട്, ഇറച്ചി തേടി. അയ്യോ ഞാനത് ഞങ്ങൾക്ക് തുറന്നു വിട്ടു. അതെന്തിനാടി? മോഷ്ടിക്കരുത്. വേണ്ടി പൊട്ടി, നിനക്ക് വേണ്ടിയാണോ ഞാനത് പ്രസംഗിച്ചത്? നിനക്ക് വേണ്ടിയല്ല ഞാനത് പ്രസംഗിച്ചത്. ഞാനത് പ്രസംഗിച്ച അവിടെ ഇരിക്കുന്ന മറ്റു മാന്യന്മാർക്ക് വേണ്ടിയാണ്. നമുക്കെല്ലാം നമ്മുടേതായിരിക്കുന്ന മോറൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. നാം ചെയ്യുന്ന കുറ്റം വേറെ ആൾ ചെയ്താൽ നമ്മൾ എന്തോരം ക്ഷോഭിക്കുമെന്നറിയാം. ദാവീദ് ക്ഷോഭിച്ചില്ലേ? കുറച്ചു കഴിഞ്ഞപ്പം നാഥാൻ പ്രവാചകൻ വന്ന് ആട്ടുകുട്ടിയുടെ കഥയൊക്കെ പറഞ്ഞില്ലേ? ആട്ടുകുട്ടി പറഞ്ഞപ്പോ ആ മനുഷ്യൻ മരിക്കണോ, മരണയോഗ്യനാന്ന് പറഞ്ഞു. ആട്ടുംകുട്ടിയെ മോട്ടിച്ച് നാഥാൻ പറഞ്ഞ, ആ മനുഷ്യൻ നീ ആളാന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ എന്തുമാത്രം ഭാര്യമാര് തന്നു, ശൗലിന്റെ ഹെയർ മുഴുവൻ നിനക്ക് വേണ്ടി തന്നു, പിന്നെ നിനക്ക് വേറെ എത്ര ഭാര്യമാരെ പോരെ, ഞാൻ ഇനിയും നിനക്ക് വരുമായിരുന്നു. ആ മനുഷ്യൻ ഊരിയാവെന്ന് പറഞ്ഞ ഭക്തന് ഒരൊറ്റ ഭാര്യ ഉണ്ടായിരുന്നു. നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ ചിന്തിക്കണം കേട്ടോ. ദൈവവചനത്തിന്റെ നിലവാരത്തിലേക്ക് നാം ഉയരുന്നില്ലെങ്കിൽ നമ്മുടെ മൊറാലിറ്റി കൊണ്ടൊന്നും നമുക്ക് വലിയ പ്രയോജനം ഇല്ലെന്ന് ഞാൻ പറയട്ടെ.
കപടമേറിയ ഭക്തിയാണ് പലപ്പോഴും നമുക്കുള്ളത്. അതെ, ആ ഭക്തി തെറ്റാണ്. 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങള് ആത്മീയ മന്ദതയുടെ ഏറ്റവും വലിയതാണ്. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്തു. സ്ത്രീ പറഞ്ഞു ഞാൻ ഗർഭിണിയായെന്ന്. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ തന്നെ എത്ര ഭാര്യാഭർത്താക്കന്മാർ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയും കാഴ്ചയും എല്ലാമായിട്ട് നടന്ന് വർഷങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഭാര്യ ഗർഭിണിയാകുന്നില്ല. ഇവിടെ തന്നെ ഒരുത്തൻ എന്ത് ചെയ്തു? വേറെ തന്നെ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് വിളിച്ച് സംഭവിച്ചു. ദൈവത്തിന്റെ ഒരു നീതിയുടെ ഭാഗമാണ്. There is no safe way of committing sin. സുരക്ഷിതമായി പാപം ചെയ്യാനായിട്ട് ഒക്കുകയില്ല. നീ വ്യഭിചാരം ചെയ്താൽ എന്ത് ചെയ്യുന്നു? നീ വ്യഭിചാരം ചെയ്തു എന്നുള്ളത് ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം അതിന്റെ തെളിവ് ദൈവം. നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കൊച്ച് എന്ന് പറയില്ലേ? എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു, പറഞ്ഞു ഒരു കൊച്ചിനെ കാണിച്ചു, ഈ കൊച്ചേ ആ മനുഷ്യന്റെ കൊച്ചല്ല, ആ വീട്ടിലെ അയാളുടെ കൊച്ചാണോ എന്നോട്. ഞാനപ്പോ ഒന്ന് ശരിക്കും നോക്കിയപ്പോ എനിക്കും തോന്നി അങ്ങനെ തന്നെയാണ്. കാരണം ഇതുപോലെ ഡിറ്റോ എന്ന് പറയില്ലേ, അപ്പനെ പോലെ തന്നെ. അതേസമയം ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. കണ്ടാൽ അറിയായിരുന്നു നീ ദത്തെടുത്ത കുട്ടിയാണ് അല്ലെങ്കിൽ വേറെ ആരുടെ കുട്ടിയാണ്. അപ്പൊ ദൈവം ചെയ്യുന്ന ഒരു ക്രമീകരണം ആണത്. ദൈവം ചെയ്യുന്ന ഒരു ക്രമീകരണം. ഈ പാപങ്ങൾക്കൊന്നും പോകാതിരുന്നാൽ മതി. പ്രാർത്ഥിച്ചും കൊണ്ട് വൃതശുദ്ധിയായെന്ന് പറഞ്ഞ പാപം ചെയ്തിട്ടൊന്നും രക്ഷപ്പെടാനൊക്കെ ഇല്ല കേട്ടോ. പാപം, സിൻ ഈസ് സിൻ. പാപം ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ബേത്ശേബ ഗർഭിണിയാന്ന് കണ്ട ആകെപ്പാടെ ദാവീദ് അങ്ങ് വേർത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാട് മുഴുവൻ അറിയും വ്യഭിചാരം ചെയ്തെന്ന്. ബേത്ശേബ ഭർത്താവോട് ഇല്ലാത്ത സമയത്താണ് ബേത്ശേബ ഗർഭിണിയാകുന്നത്. കണക്കൊക്കെ കൂട്ടി വരുമ്പോ എല്ലാരും പറയണ ഇത് ശരിയല്ലല്ലോ. അപ്പൊ ദാവീദ് പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. പ്രാർത്ഥിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്ന മനുഷ്യൻ ഒരുപാട് മാനസികത അനുഭവിച്ചു കാണും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പട്ടാളക്കാരനെ വിട്ട് യോവാബിനോട് പറഞ്ഞു, ഊരിയാവ് ഇങ്ങോട്ട് അയക്കണം. ഊരിയാവ് വന്നപ്പോഴത്തേക്ക് സമ്മാനം, ഊരിയാവ് വന്നപ്പോഴത്തേക്ക് ആഹാരം, ഊരിയാവ് വന്നപ്പോഴത്തേക്ക് വീഞ്ഞ്, എന്തെല്ലാം കാര്യങ്ങളാണ്. അവൻ കാല് കഴുകി വരിക, ഭക്ഷണം കഴിക്കുക, നീ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയൊക്കെ പോയി കിടന്നുക, അവിടെ കിടന്ന് രാത്രി 2 ദിവസം കഴിച്ചിട്ട് പോയാൽ മതി. എന്തിനാണെന്ന് അറിയാമോ ഇതെല്ലാം ചെയ്യുന്നത്? ഊരിയാവ് വീട്ടിൽ പോയി ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു, അങ്ങനെ ഉണ്ടായ കുട്ടിയാണ്, ഗർഭിണിയാണ് എന്ന് ലോകം മനസ്സിലാകത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ഊരിയാവിന് എന്തോ ഒരു ഭക്തിയാണ്. ഊരിയാവ് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു, എന്റെ യജമാനായ യോവാബും ദൈവത്തിന്റെ കൂടാരവും വെളിയും പ്രദേശത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ശയിക്കാൻ പോകുകയോ? അയ്യോ, ഒരിക്കലും ഇല്ലെന്നു. ഇത്രയും ഭക്തനായ ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായിട്ട് പിറ്റേ ദിവസം അവസാനം അയാളുടെ സ്വന്തം കയ്യില് കൊലപാതകം ചെയ്യാനുള്ള കത്ത് കൊടുത്തേച്ചു. എനിക്കത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഈ എഴുത്തും കൊണ്ട് വരുന്നതായിരിക്കുന്ന പാർട്ടിയെ പടകഠിനമായിരിക്കുന്നത് നിർത്തി വെട്ടിക്കൊല്ലിക്കാനുള്ള ക്രമീകരണം യോവാബെ നീ ചെയ്യണം. യോവാബിനെല്ലാം മനസ്സിലായി. കൊന്നു കഴിഞ്ഞപ്പോ യോവാബ് ഒരുത്തിന്റെ പറഞ്ഞേച്ചു, ചെന്ന് പറയണം രാജാവ് കോപിക്കാന്നെ ഊരിയാവ് ചത്തു എന്ന് പറഞ്ഞാൽ മതി. കോപമോ? ഊരിയാവ് ചത്തു എന്ന് പറഞ്ഞപ്പോ ദാവീദ് കോപിക്കുമെന്നായി ഈ വന്ന പട്ടാളക്കാരൻ വിചാരിച്ച. ദാവീദ് എന്താ പറയുന്നറിയാമോ? അങ്ങനെയാ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ ചാകും, ഒരു സാരമില്ല. യോവാബിനോട് പറഞ്ഞാൽ ഇനിയുള്ള യുദ്ധം കുറച്ചുകൂടെ സൂക്ഷിച്ചോ. എന്തൊരു ഇൻസെൻസിറ്റീവ് ആണ്. ഹൃദയം എന്ത് കഠിനമായി പോയി. പാപത്തോട് എന്ത് രാഗമായിരിക്കുന്ന ഒരു മനോഭാവമാണ്. സ്വന്തം പാപത്തെ നീതീകരിക്കാനായിട്ട് ഏതറ്റം വരെ പോകും. ഞാൻ പറയാം, തെറ്റ് ചെയ്യുന്ന ആളുകളെ ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്ത ആളുകളെ നമ്മൾ അച്ചടക്കത്തിന് വിധേയരാക്കാനൊക്കെ വരുമ്പോൾ അവർ കൊണ്ടുവരുന്നതായിരിക്കുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. പണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഇതുവരെ പാവപ്പെട്ടെന്ന് പറയാൻ വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരു ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ്. അയാളെ വ്യഭിചാര കുറ്റത്തിന് അങ്ങ് പിടികൂടി അയാളെ വിസ്തരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആദമെന്നും ഹൗവയെന്നും പറഞ്ഞ് 2 പേര്, ഏതെന്ന് പറഞ്ഞ ഒരു തോട്ടം നിറച്ച് പഴങ്ങൾ, ഇഷ്ടം പോലെ തിന്നാൻ പഴങ്ങൾ കിടന്ന് ആ പഴം പറിച്ചു തിന്നിട്ട് മതിച്ചു പൊളിച്ച് അവർ പാപം ചെയ്തു. പിന്നാന്നോ ഈ കപ്പത്തൊലിയും കഞ്ഞിവെള്ളം കുടിച്ചു കിടക്കുന്ന ഞാനൊരു പാപം ചെയ്തതിന് നിങ്ങൾ വലിയ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്? അപ്പൊ അയാൾ ചെയ്ത പാപത്തിന്റെ നീതീകരണത്തുക. തോട്ടത്തിലെ ആയിരക്കണക്കിന് വൃക്ഷങ്ങളുടെ പഴം തിന്നാൻ ഉണ്ടായിട്ടും മതിച്ചു പൊളിച്ച് ഈ പഴം തിന്നതായിരിക്കുന്ന ആദവും അങ്ങനെ പഴം ചെയ്തെങ്കിൽ, ഈ കഞ്ഞിവെള്ളവും കപ്പത്തൊലിയും തിന്ന് കിടക്കുന്നതായിരിക്കുന്ന ഞാനൊരു പാവം ചെയ്തതിന് നിങ്ങൾ അത്ര വലിയ കാര്യമാക്കുന്നു.
നമ്മൾ ചെയ്തതായിരിക്കുന്ന പാപങ്ങളെ ലഘൂകരിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ന്യായങ്ങളും എന്തെല്ലാം വാദഗതികളും കൊണ്ടുവരുമെന്നറിയാം. ദാവീദും അതാണ് ചെയ്തത്. അതിനാവശ്യമായ എല്ലാവരും അറിയാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഈ ആത്മീയമായിട്ടൊക്കെ പിന്മാറ്റത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില് ദാവീദ് പറയുന്ന പ്രസ്താവന എന്നെ വളരെ ഈ അധ്യായം മുഴുവനും എനിക്ക് സങ്കടം തോന്നിയൊരു അധ്യായമാണ്. 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ വന്ന പട്ടാളക്കാരനോട് പറയാണ്, അതിന് ദാവീദ് ദൂതനോട്, ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത്. ഏത് കാര്യത്തിന്? ഊരിയാവും വേറെ കുറച്ച് പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ ഒരു പ്രയാസവും തോന്നരുത്. കാരണം ന്യായം എന്താണ്? വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും. ഊരിയാവ് എന്ന് പറഞ്ഞ മനുഷ്യനെ, ഏറ്റവും വിശ്വസനായ മനുഷ്യനെ നിർത്തി വെട്ടിച്ച് കൊല്ലിച്ചതാണ്. എന്നിട്ട് പറയാ വ്യസനം തോന്നരുത്. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ? നമ്മൾ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം എന്ത് പറയും? നമ്മൾ പറയും, എന്നെ പറയാം അങ്ങനെ തോന്നരുത്, സാഹചര്യത്തിന് നിർബന്ധം നിങ്ങൾക്കറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയെന്നേ ഉള്ളൂ. അറിവില്ലാത്ത ആളുകൾ പലതുമൊക്കെ ചെയ്യും. പക്ഷെ അറിവുള്ള ആളുകളോ? ഗവൺമെന്റിന്റെ ടീക്ക് പ്ലാന്റേഷൻ, തേക്ക് തോട്ടത്തിൽ കയറി ഒരു 10-25 തേക്കും തൈ അങ്ങ് വെട്ടി, ഇത്രച്ച് കരയുള്ള തേക്കും തൈ നേരെ നിന്നത് അങ്ങ് വെട്ടി. ഫോറസ്റ്റുകാർ ഒരു പിടി കൂടി കോടതി കൊണ്ടുവന്നു. ജഡ്ജി ചോദിച്ചു, നീ തേക്ക് വെട്ടിയോടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഏക്കാണോ പൂക്കാണോ ഏനെന്ന് പറഞ്ഞില്ല, ഏമ്പത്ത് കായ വെട്ടിയെന്ന് പറഞ്ഞു. ഈ തേക്കാണോ പൂക്കാണോന്ന് എനിക്കറിയാം, ഞാൻ കയറി 10 15 അങ്ങ് വെട്ടിയെന്ന് പറഞ്ഞു. എനിക്കൊരു പരവക്കാനായിരുന്നു. അത് അവന്റെ ഇഗ്നറൻസിൽ നിന്ന്. അവരൊന്നും അറിയില്ല എന്താ ഗവൺമെന്റ് വളർത്തുന്നതാണോ ഗവൺമെന്റ് തോട്ടമാണോ അറിയില്ല. ദാവീദ് അങ്ങനെ ഏക്ക് പൂക്ക് പറയാൻ ചെയ്യാതില്ല. ഏക്ക് പറഞ്ഞ് പൂക്ക് പറഞ്ഞ് മനഃപൂർവ്വം പാപം ചെയ്തത്. നമ്മളൊക്കെ മിക്കവാറും പാപം ചെയ്യുന്നത് മനഃപൂർവ്വം ബോധ്യം ഉണ്ടായിട്ടുമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വിദഗ്ധമായി നമ്മുടെ പാപത്തെ ഡിഫെൻഡ് ചെയ്യും. പിന്നെ എല്ലായിടത്തും ഈ ഡിഫൻസ് പോകില്ല. പോകാത്ത ഒരു സ്ഥലമുണ്ട്. അതെവിടെയാ? ദൈവത്തിന് മുൻപാകെ. ദൈവത്തിന് മുൻപാകെ നമുക്കൊന്നും പറയാനൊക്കെ ഇല്ല. മറ്റു പല മുൻപാകെ പല കാര്യങ്ങളും നമ്മൾ പറയും. യോവാബ് മിടുക്കനാണ്. യോവാബ് അത് മനസ്സിൽ വെച്ചു. യോവാബിന് കാര്യം അറിയാം, എനിക്കിത് ആവശ്യമായി വരുന്ന സമയം ഉണ്ട്. എനിക്കിത് ആവശ്യമായി വരുന്ന സമയമുണ്ട്. ഇപ്പൊ ഞാൻ പ്രയോഗിച്ചോളാം. പാപത്തിന് കൂട്ടു നിൽക്കുന്നവരൊക്കെ അങ്ങനെ. നമ്മളൊക്കെ പറയും, ഞാൻ പറയില്ല, ആരും പറയില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഈ നമ്പർ ഇറക്കും. പാപത്തിന് സൈഡ് ചേരരുത്, പാപത്തെ ന്യായീകരിക്കരുത്, പാപത്തെ നീതീകരിക്കരുത്. പാപം ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. അങ്ങനെയാണ്. ഫ്രീ ഫ്രം ഇമ്മൊറാലിറ്റി, ഫ്രീ ഫ്രം അഡൾട്ടറി. ഓടി രക്ഷപ്പെടേണ്ട പാപങ്ങളിൽ ഒന്നാണ് ഈ വ്യഭിചാരം, ശാരീരിക ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം എന്ന് പറയുന്നത്. മറ്റേത് പാപവും ശരീരത്തിന് പുറത്താണ്, ഈ പാപം ശരീരത്തിനുള്ളിലാണ്. കാരണം അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ മുഴുവൻ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. സാഹചര്യമൊന്നുമല്ല. ഒരു മനുഷ്യന് സാഹചര്യം കൊണ്ടായിരുന്നു പാപം ചെയ്യുന്നതെങ്കിൽ പാപം ചെയ്യേണ്ടത് ജോസഫായിരുന്നു, പഴയ നിയമത്തിലെ ജോസഫ്. കാരണം അത്ര അനുകൂലമായൊരു സാഹചര്യം ലോകത്തിന് മനുഷ്യൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ സ്ത്രീ മുൻകൈ എടുക്കുന്നു. അനേക ദിവസങ്ങളായിട്ട് അതിനുള്ളതായിരിക്കും ചട്ടവട്ടങ്ങളെല്ലാം ചെയ്യുന്നു. വീട്ടിൽ ആരും ഇല്ലാത്തൊരു സന്ദർഭം വരുന്നു. സ്ത്രീ തന്നെ മുൻകൈ എടുക്കുന്നു, ജോസഫിനെ നിർബന്ധിക്കുന്നു. ജോസഫിന്റെ ഉത്തരവെന്താണ്? എൻ്റെ ദൈവത്തോട് ഞാൻ ഈ പാപം എങ്ങനെ ചെയ്യും? ദൈവഭയം ഉണ്ടെങ്കിൽ മാത്രമേ പാപത്തിൽ രക്ഷപ്പെടാനൊക്കെ പ്രിയമുള്ളവർ. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കണ്ടു നിന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. സ്വർഗത്തിലൊരു ദൈവം ഉണ്ട്, അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധം ഉണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാനൊക്കെ ഇല്ല. ദാവീദിന് ആ ബോധമില്ലാതെ പോയി. മാളികപ്പുറത്ത് താൻ ഇരുന്ന് താഴേക്ക് നോക്കിയപ്പോ സ്ത്രീയെ നോക്കുമ്പോൾ ഉയരത്തിലിരുന്ന് താഴേക്ക് നോക്കുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട് എന്ന കാര്യം ആര് മറന്നുപോയി? ദാവീദ് മറന്നുപോയി. ദാവീദേ, നിന്റെ കണ്ണുകൾ അരുതാത്ത സ്ഥാനത്തേക്ക് പതറുന്നു. അരുത്, അരുത്, അരുത്. പരിശുദ്ധാത്മാവ് ഒരു 100 പ്രാവശ്യമെങ്കിലും വിലക്കി കാണും. പക്ഷേ ദാവീദിനെ വിലക്കാനായിട്ട് സാധിക്കില്ല. കാരണം ദാവീദ് മനഃപൂർവ്വമാണ് പാപം ചെയ്യുന്നത്, അബദ്ധവശാലൊന്നും അല്ല. മനഃപൂർവ്വമാണ് പാപം ചെയ്യുന്നത്. വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അധ്യായത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാലങ്ങൾ കഴിഞ്ഞു, കുട്ടി പോലും ജനിച്ചു, ദൈവം ആ കുട്ടിയെ ബാധിച്ചു ഒക്കെയാണ്. എങ്കിലും ദൈവം എന്ത് ചെയ്തു? 5-6 വാക്യങ്ങൾ മാത്രം ഞാൻ 12-ാം അധ്യായത്തിന്റെ വായിക്കട്ടെ.
നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, കഥയൊക്കെ പറഞ്ഞിട്ട് വന്നു. അഞ്ചാമത്തെ, അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചത് കൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. വീട്ടിൽ വിരുന്നുകാരൻ വന്നപ്പോൾ ധനവാനായ മനുഷ്യർ ഉണ്ടാക്കിയ കഥയാ. ധനവാനായ മനുഷ്യൻ പാവപ്പെട്ട അയൽക്കാരൻ ഒരേ ഒരു ആട്ടിൻകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊന്ന് അയൽക്കാർക്ക് കറി വെച്ച് കൊടുത്തു. ദാവീദ് അത് കേട്ടു, എന്തൊരു അന്യായമാണിത്, എന്തൊരു അന്യായമാണിത്. ചില സമയത്ത് അങ്ങനെയാണ്, പാപം ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നീതിബോധം ഒന്ന് കത്തുക. ചില ഭയങ്കര തെറ്റുകൾ ചെയ്തിട്ടിരിക്കുന്ന ആളുകളുടെ സഭയിലുള്ള വേറെ ചില ആളുകളുടെ ഗസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഭയങ്കര തളച്ച് അവര് ഹൃദയത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ദൈവമേ ഈ തിളയ്ക്കൊക്കെ തന്നെ ശാന്തമായി. കർത്താവ് പറഞ്ഞതാണ്, പാവമില്ലാത്തവൻ അവിടെ 1ാമത് കല്ല് ആദ്യമേ ഉള്ളൂ, അത്രേ ഉള്ളൂ, ആദ്യത്തെ കല്ല് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരൊറ്റ മനുഷ്യനും അവിടെ ഇല്ല. സ്ത്രീയും കർത്താവും തന്നെ അവശേഷിച്ചു. പാപം ചെയ്യുന്നവരെ മാത്രമല്ല, പാപം കൈകാര്യം ചെയ്യുന്നവരും ശുദ്ധ മനസാക്ഷി വേണമെന്ന് കൈകാര്യം ചെയ്യാൻ. അതാ നാഥൻ 7ാമത്തെ വാക്യത്തിൽ നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. അയ്യോ, ഒരു ബോംബ് അവന്റെ തലക്കിട്ടതുപോലെ ആയിപ്പോയി. യു ആർ ദാറ്റ് മാൻ. വാദി തന്നെ, പ്രതി തന്നെ ശിക്ഷ വിധിച്ച ഒരു സംഭവം ഇതാണ്. കാരണം 4 മടങ്ങ് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി, ദൈവം പറഞ്ഞു 4 മടങ്ങ് ഇരിക്കട്ടെ. അതെ, നീ രഹസ്യമായി ചെയ്ത് പരസ്യമായി ചെയ്യും. നിന്റെ സ്വന്തം മക്കൾ ഇത് ചെയ്യും. അബ്ശാലോം ചെയ്തു, തന്റെ അപ്പന്റെ ഭാര്യമാരുമായിട്ട് പരസ്യമായി. വാള് നിന്റെ വിട്ടുമാറുകയില്ലെന്ന് പറഞ്ഞു. എത്ര എണ്ണം ആ വീട്ടിൽ കൊല്ലപ്പെട്ടത്? 4 മടങ്ങ്, 4-fold. ദാവീദ് പറഞ്ഞങ്ങനെ തന്നെ 4 മടങ്ങ് കൊടുക്കണം. പാപത്തിന് ദൈവത്തിന്റെ പൊതുവായ പ്രമാണം ഉണ്ടാകും. എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റത്തേക്കാൾ ശിക്ഷ വലുതാകാൻ പാടില്ല. അതുകൊണ്ടാണ് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം പല്ലെന്നൊക്കെ പറഞ്ഞു. ഒരു പല്ലടിച്ചതിന് വേണ്ടി 2 പല്ലടിച്ച് കളയരുത്. ഒരു കണ്ണ് പൊട്ടിച്ച് 2 കണ്ണ് പൊട്ടിക്കരുത്. ക്രൈം പണിഷ്മെന്റ് ഷുഡ് നോട്ട് എക്സീഡ് ദ ക്രൈം. അത് ജനറൽ പ്രിൻസിപ്പിളാണ്. അത് കോർപ്പോറൽ പണിഷ്മെന്റ്സിന് മാത്രം, ശാരീരികമായ പണിഷ്മെന്റ്സിന്. മറ്റൊരു പണിഷ്മെന്റ് ഒരാളിനെ മോട്ടിച്ച് 4 ആളിനെ കൊടുക്കണം. അങ്ങനെ അത് ഇക്കോണമിക് വയലേഷൻസിനാണ്. ദാവീദ് കൊടുത്തു. ദാവീദ് ചെയ്ത കൊലപാതക വിചാരവുമാണ്. അതുകൊണ്ട് 4 മടങ്ങ് കൊടുക്കേണ്ടതായിട്ട് വന്നു. 4 മടങ്ങ് കൊടുക്കേണ്ടതായിട്ട്. ഭയങ്കരമല്ലേ? ദാവീദിന്റെ സ്വന്തം മകളെ സ്വന്തം മകൻ, അതങ്ങനെ. ദാവീദിന്റെ സ്വന്തം മകൻ, ദാവീദിന്റെ ഭാര്യമാരെ, പാട്ടുകളെ, എത്ര ഭയങ്കരമായ സംഭവങ്ങളാണ് കുടുംബത്തിൽ നടക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ പറ്റി നമ്മൾ ഒരുപാട് പഠിച്ചു. പക്ഷെ അതിനെ മുഴുവൻ തകർക്കുന്ന എന്തുവാണെന്നറിയോ? നമ്മൾ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് പഠിച്ച മുഴുവൻ സത്യത്തെ ഒരൊറ്റ അടിക്ക് തകർക്കും ഈ പാപം എന്ന് പറയും. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിച്ചു വന്ന ഒരു മനുഷ്യനാണ് അതിനെ മുഴുവൻ തകർത്തത്. എന്താ ഇതും കഴിഞ്ഞിട്ട് അവൻ ആ പ്രസ്താവന പറയുന്നത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന്റെ പുസ്തക പ്രവൃത്തികളിൽ ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം നമുക്ക് വലിയ കാര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കാമെന്നല്ല, തീരുമാനം എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. വല്ല പാപങ്ങളും ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകൾ നാം ഓടി രക്ഷപ്പെടണം. എങ്ങനെയാ? മോഹം ജനിക്കുമാറ് ജലത്തിനായി പാപത്തിനായി ചിന്തിക്കരുത്. അങ്ങനെ വാക്യം ഉണ്ടല്ലോ. എങ്ങനെയാ വാക്യം? മോഹം ജനിക്കുമാറ്, അങ്ങനത്തെ വേർഡ്സ് ലൈക്ക് ദാറ്റ് ചെയ്യരുത്. മോഹം ജനിക്കത്തൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കരുത്. കൺമോഹമായാലും ജഡമോഹമായാലും ജീവനത്തിന്റെ പ്രതാപമായാലും ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മർക്കോസ് 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, ദൂഷണം, ദുർഭാഷണം, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ്. ജീവന്റെ ഉറവിടം ഹൃദയത്തിൽ നിന്നാണ്. ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് ഇസ് ഫ്രം ദ ഹാർട്ട്. അതുകൊണ്ട് അതിനെ വളരെ സൂക്ഷിക്കണം. ഞാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയുന്നു, വലിയ ചെറുപ്പക്കാർ വ്യത്യാസമല്ല. ദാവീദ് ചെറുപ്പക്കാരൊന്നും ആയിരുന്നില്ല. ദാവീദ് വളരെ പ്രായമായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാർക്കുള്ളൊരു പ്രശ്നം മാത്രമല്ല. പക്ഷേ പ്രായമുള്ളവരെക്കാൾ കൂടുതൽ യങ് പീപ്പിൾ ആർ പ്രോൺ ടു കമ്മിറ്റ് സിൻ.
പാപത്തിന് ഇടം കൊടുത്താൽ പാപം അകത്ത് കയറും. ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞിട്ട് ഭയങ്കര മഴയുള്ള ഭയങ്കര മഴയുള്ളപ്പോഴാണ് ഒരു പാമ്പ് ഒരു ഹോളിൻ്റെ അകത്ത് ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ ഇരിക്കുക, മഴ നനയാ. ഒരു മുള്ളംപന്തി ഇങ്ങനെ ഓടി വരിക, ആകെ നനഞ്ഞു, ഭയങ്കര മഴയാണ്. അപ്പോൾ ഇത് കണ്ട് പറഞ്ഞ്, ചങ്ങാതി നീ എന്ത് സുഖമായിട്ടായിരിക്കുന്നത്, ഞാൻ മുഴുവൻ നനയും, എൻ്റെ തല മാത്രമാ ദ്വാരത്തിലേക്കൊന്ന് വെക്കാൻ, തല മാത്രം, ശരീരം നനഞ്ഞോട്ടെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഇട്ടിരിക്കാൻ പ്രയാസമാണെന്ന് പാമ്പ് പറഞ്ഞു. ഇല്ല, നീ എത്ര മനുഷ്യത്വം ഇല്ലാന്ന് പറയില്ല, പാമ്പത്വം ഇല്ലാതെ നീ അങ്ങനെ പെരുമാറരുത് എന്നെ, ഞാൻ ഇത്രയും മഴ നനഞ്ഞ് വിറകുന്നത് നീ കാണുന്നില്ല, എൻ്റെ തല മാത്രം ഒന്ന് വെക്കാനും. ശരി, എന്നാൽ തല വെച്ചോളം പറഞ്ഞു. തല വെച്ച് ഇച്ചിരി കഴിഞ്ഞ് കുറച്ച് ചെയ്തിട്ട് മുള്ളംപന്നി അകത്ത് കയറിയിട്ട് ആ മുള്ളിങ്ങനെ അങ്ങ് വിടർത്തിയപ്പോൾ പാമ്പിന്റെ ദേഹത്തേക്ക് മുള്ള കയറി. പാമ്പ് പറഞ്ഞു, ഇതെന്തൊരു അന്യായമാണെന്ന് പറഞ്ഞു. കരുണ തോന്നി ഞാൻ നിന്റെ അകത്ത് കയറ്റിയപ്പോൾ നീ ഇപ്പൊ എന്നെ കുത്തുക, അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങി കൊടുത്താട്ടെന്ന് പറഞ്ഞു. ഏതെ, അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങ് ഇറങ്ങി കൊടുത്താട്ടെ, ഞാൻ വിട്ടിരുന്നോളാന്ന് പറഞ്ഞു മുള്ളംപന്നി. പാവം അങ്ങനെ ആകട്ടോ. അത്ര വലിയ കുറ്റബോധം പ്രയാസവും ഒക്കെ തോന്നുന്നെങ്കിൽ ഒരു കാര്യം ചെയ്തേ, കണ്ണം കണച്ചു വെച്ച് പാവം ചെയ്യും. ബൈബിൾ അങ്ങ് മടക്കി വെച്ചിട്ട് പാവം. ഞായറാഴ്ച സഭയിൽ പോകാതിരുന്നിട്ടങ്ങ് പാവം ചെയ്തു. ചില കള്ളു കുടിച്ചിട്ട് വേണമെങ്കിൽ പാവം ചെയ്യും. അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള 4 കൂട്ടുകാരോട് ചേർന്ന് പാപം ചെയ്തു, അത് രസമാണ്. നീ വിശ്വാസികൾ എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പാപബോധം ഉണ്ടാകുന്നത്, നീ അതങ്ങ് നിർത്ത്, പള്ളി പോക്ക് നിർത്ത്, ബൈബിൾ വായന നിർത്ത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി പ്രമാണിച്ച്, വിദ്യാഭ്യാസം പ്രമാണിച്ച്, അങ്ങനെ ബിസിനസ് പ്രമാണിച്ച് ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പാപം ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ കൂട്ടുകാരാണ്, ചിലപ്പോൾ പ്രൊഫസർമാരാണ്, ചിലപ്പോൾ മറ്റുള്ളവരാണ് പാപം ചെയ്യാനായിട്ട്. നമ്മൾ കുറച്ചൊക്കെ പിടിച്ചിരിക്കാൻ തോന്നും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. ഇല്ല, വിട്ടുകൊടുക്കരുത്. ഓടി രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക. ഫ്ലീ ഫ്രം ദ സിറ്റുവേഷൻ. ദാവീദിന് പറ്റിയതാണ്. ദാവീദ് ആദ്യത്തെ കാഴ്ച കണ്ടപ്പോൾ തിരിച്ച് മുറിക്കകത്ത് കയറിപ്പോയി മുട്ടുകുത്തി, ദൈവമേ, ഞാൻ ഇന്ന് ഭയങ്കര ഒരു കാഴ്ച കണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ആ കാഴ്ച എൻ്റെ ഹൃദയത്തിൽ നിന്നും എനിക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല, എനിക്ക് നീ കൃപ തരണമേ. താൻ സ്നേഹിക്കുന്ന വചനമെടുത്ത് വായിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു 2 ശമൂവേൽ 11 അധ്യായം 12 അധ്യായം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ദാവീദിന്റെ കുടുംബത്തിൽ ശാപം ഉണ്ടാവില്ല. എന്നാൽ അതിനെല്ലാം കാരണം ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമാണ്, അത് വളരെ വിജയകരമാണ്. പക്ഷേ അതിനെ നശിപ്പിക്കുന്നത് പാപം. പാപം പല വിധത്തിൽ, പല ആവന്യൂസിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നാം അതിനെ അനുവദിക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, പാപത്തോടെ യാതൊരു ലാഘവമായ സമീപനവും നമുക്കുണ്ടാകരുത്. നെവർ പുട്ട് പ്രീമിയം അപ്പോൺ സിൻ. നെവർ പുട്ട് പ്രീമിയം അപ്പോൺ സിൻ. ദർ ഇസ് നോ സിൻ ദാറ്റ് ഈസ് സേഫ് ടു കമ്മിറ്റ്. സുരക്ഷിതമായി ചെയ്യാവുന്ന ഒരു പാപവും ഇല്ല. യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തും. എനിക്കറിയാം, ഞാൻ യുവാക്കൾ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഭക്തന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇയ്യോബ് വളരെ ഭക്തനായ മനുഷ്യനായിരുന്നെങ്കിലും ഇയ്യോബിന് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയ്യോബ് പറഞ്ഞെന്താണെന്ന്, നീ എൻ്റെ യൗവനത്തിലെ പാപങ്ങൾ എൻ്റെ മേൽ സന്ദർശിക്കുന്ന പറഞ്ഞു. അതാണ്, യു ആർ വിസിറ്റിംഗ് മൈ സിൻസ് ഓഫ് മൈ യൂത്ത് അപ്പോൺ. ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഡാർക്ക് ചാപ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ദൈവം നമ്മൾ ക്ഷമിച്ചു തരും. പക്ഷേ നാം പാപത്തെ ഒരിക്കലും താലോലിക്കരുത്. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം തീരുമാനം എടുക്കുക, പാപത്തിന്റെ വഴികളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ദൈവം നിങ്ങളെയും എന്നെയും എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഈ വിഷയത്തിൽ ധാരാളമായി സഹായിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഞാൻ പ്രാർത്ഥിക്കൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ദുഷ്ടനോ നീചനോ പാപം ചെയ്യുന്നവനോ ഒന്നും ഒരിക്കലും ഉണ്ടാകരുതേ. പ്രാർത്ഥിക്കണം, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. ഞാനൊരു പാപം ചെയ്യുമെന്ന് നീ അറിയുന്നുവെങ്കിൽ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എന്നെ നീ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യണം. കാരണം ആ പാപം ചെയ്യുന്നതിന് അടുത്തെങ്ങുമല്ല, പാപം ചെയ്യുന്ന 5 മാസം മുമ്പേ നീക്കം ചെയ്തത്. അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് സർവജ്ഞാനിയാ നീ അറിയുന്നെങ്കിൽ എന്നെ നേരത്തെ തന്നെ അങ്ങ് വിളിച്ചോ. പാപം ചെയ്തിട്ട് ഈ ലോകത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ടെറിബിൾ. കുറ്റബോധമുള്ളവനായിട്ട് മനുഷ്യന്റെയും ദൈവത്തിന്റെയും മുൻപാകെ നിന്നതിനായിട്ട് നടക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഭയങ്കരം എന്താ? ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.